മനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 91. മുന്തിരി വിളവെടുപ്പിന്റെ കാലത്ത് ഈശോ അന്നായുടെ ഭവനത്തിൽ തളർവാദം ബാധിച്ച കുട്ടിയെ സുഖപ്പെടുത്തുന്നു. ഗലീലിയ മുഴുവനും മുന്തിരി വിളവെടുപ്പിലാണ്. ഈശോ തടാകത്തിൽ നിന്ന് വളരെ അകലെയല്ലാത്ത ഒരു വലിയ കൃഷിത്തോട്ടത്തിലാണ്. തോട്ട ഉടമകളായ വയോധികരായ ദമ്പതികൾ ഗുരുവിനെ കാത്തുനിന്ന് സ്വീകരിക്കുന്നു. ഈശോ പ്രസംഗം തുടങ്ങിയ കാലങ്ങളിൽ അഭയം കൊടുത്ത ഒരു വീടാണിത്. അപ്പോസ്തലന്മാരും അമ്മയും അൽഫയസിന്റെ മേരിയും കൂടെയുണ്ട്. ഈ അമ്മ എന്നോട് വളരെ സ്നേഹവാത്സല്യങ്ങൾ കാണിച്ചു, ഈശോ പറയുന്നു. ഈശോ ഒരു വലിയ ഗോവണിപ്പടി കയറി അതിന്റെ മുകളിലത്തെ പടിയിലിരിക്കുന്നു. മേരി വിനയത്താൽ സ്വമേധയാ അവിടേക്ക് പോകുന്നില്ല. ഗൃഹനാഥ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത പടിയിലിരുത്തുന്നു. വീട്ടുടമകളും അപ്പോസ്തലന്മാരും മറ്റു പടികളിൽ സ്ഥാനം പിടിക്കുന്നു. ഈശോ വന്ന് മനുഷ്യന്റെ അധ്വാനത്തെ ആശീർവദിക്കൂ എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞാൻ വന്നു. ദൈവനാമത്തിൽ നിങ്ങളുടെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. സത്യസന്ധമായ എല്ലാ ജോലികളും പിതാവായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ അർഹതയുള്ളവയാണ്. എപ്പോഴാണ് പ്രവൃത്തികൾ സത്യസന്ധമാവുകയെന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. നിത്യനായ ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കും. ദൈവം എന്നെ നോക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് പാപം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ട്. എൻ്റെ ഏറ്റവും നിസ്സാരമായ പ്രവൃത്തികൾ പോലും അവൻ കാണാതിരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുവനും ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല. കാരണം മാനുഷികമായ മറ്റേത് ചിന്തയെക്കാളും ദൈവചിന്ത മനുഷ്യനെ പാപത്തിൽ നകറ്റും. സത്യസന്ധൻ ഇങ്ങനെ പറയുന്നു, ഞാൻ നിയമം പാലിക്കുന്നത് മനുഷ്യരാൽ സ്തുതിക്കപ്പെടുന്നതിനല്ല, ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാനാണ്. ഞാൻ പണത്തോടുള്ള അത്യാഗ്രഹം കൊണ്ടല്ല ജോലി ചെയ്യുന്നത്, പിന്നെയോ വിശുദ്ധി പ്രാപിക്കാനുള്ള ഒരു മാർഗമായി കൂടെയാണ്. ചുമട്ടുമൃഗങ്ങളെപ്പോലെ ജോലി ചെയ്യുന്നവരുണ്ട്, എന്നാൽ അവരുടെ മതം സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ്. നിർഭാഗ്യരായ അവരുടെ കൂട്ടുകാർ ഇല്ലായ്മ കൊണ്ടും ക്ഷീണം കൊണ്ടും മരിച്ചാൽ, അവരുടെ മക്കൾ പട്ടിണി നിമിത്തം മരിച്ചാൽ സമ്പത്ത് കൂട്ടിവെക്കുന്ന ഇവർക്കെന്ത്? ഇവരെക്കാൾ കഠിന ഹൃദയരുണ്ട്. സ്വയം ജോലി ചെയ്യുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കും. അവരുടെ വിയർപ്പിന്റെ ഫലം സമ്പത്തായി ശേഖരിച്ചു വയ്ക്കും. വേറെ ചിലർ ഹീനമായ വിധം മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചുപറിക്കുന്ന പണം കൊണ്ട് ദൂർത്തടിച്ച് ജീവിക്കുന്നു. ഇപ്പറഞ്ഞവരുടെ ജോലിയൊന്നും സത്യസന്ധമല്ല. എന്നിട്ടും ദൈവം അവരെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങൾ പറയരുത്. ഇല്ല, ദൈവം അവരെ സംരക്ഷിക്കുന്നില്ല. ഒരു നാഴിക നേരത്തെ വിജയമാണ് അവർ അനുഭവിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ദൈവനീതിയാൽ പ്രഹരിക്കപ്പെടും. നിന്റെ കർത്താവ് ഞാനാകുന്നു. എല്ലാറ്റിലും ഉപരിയായി എന്നെ സ്നേഹിക്കുക. സ്വയം സ്നേഹിക്കുന്നത് പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഓ, ഈ വാക്കുകൾ നിത്യമായി മുഴങ്ങിക്കേൾക്കുന്നത് സീനായ് മലയിലെ ഇടിമിന്നലിനേക്കാൾ ഭീതികരമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ നല്ല സന്തോഷമാണ്, കാരണം ഈ വർഷം വളരെ നല്ല കൃഷിയായിരുന്നു. എന്നാൽ നിത്യമായ സന്തോഷത്തെ നിങ്ങൾ ലക്ഷ്യമാക്കുക. ആ നല്ല ആഗ്രഹത്തെ വിശ്വസ്തയോടെ പിൻചൊല്ലുക. നിത്യപിതാവിനെ നന്ദിയോടെ വാഴ്ത്തുക. അവന്റെ വചനത്തെ നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ. നല്ല വിളവെടുപ്പ് നൽകിയതിന് അവനെ വാഴ്ത്തുവിൻ. ഭയപ്പെടേണ്ട. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് 100 തിരിച്ചു തരുന്നു. ഈശോ പറഞ്ഞു നിർത്തുകയായിരുന്നു. എന്നാൽ എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കൂ. നിന്റെ അനുഗ്രഹം ഞങ്ങളോടൊത്താകട്ടെ. ഈശോ എഴുന്നേറ്റ് നിന്ന് അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അവന്റെ മുഖം നിങ്ങളിൽ പ്രകാശിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും ഉണ്ടാകട്ടെ, വയലുകളിലും ഉണ്ടാകട്ടെ. ആ സമയം ഒരു സ്ത്രീ 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെയും എടുത്തുകൊണ്ടുവന്ന് അവന്റെ അടുത്ത് വന്നു. എല്ലാവരും വഴിമാറി കൊടുക്കുന്നു. വീട്ടുടമ പറയുന്നു, ഇവൾ എൻ്റെ വൃത്തിയിൽ ഒരുവളാണ്. കഴിഞ്ഞ വർഷം
ആ കുട്ടി മട്ടുപ്പാവിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞു. ജീവിതകാലം മുഴുവൻ ഈ കിടപ്പ് കിടക്കും. അവർ അങ്ങയെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു. ഗൃഹനാഥ കൂട്ടിച്ചേർത്തു. എൻ്റെ അടുത്തേക്ക് വരാൻ പറയൂ. കുട്ടിയെയും എടുത്ത് പടി കയറാനുള്ള പ്രയാസം കണ്ട് അമ്മ മേരി അവളെ സഹായിക്കുന്നു. അവളുടെ തലയിൽ കൈവച്ച് സന്തോഷമായിരിക്കൂ എന്ന് മേരി പറയുന്നു. കുട്ടിയെ സ്വന്തം കൈകളിൽ വഹിച്ച് ഈശോയുടെ പക്കലേക്ക് നീട്ടുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? ഇത് ചെയ്യാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്നിങ്ങനെ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങളൊന്നും കൂടാതെ ഈശോ കുട്ടിയെ സുഖപ്പെടുത്തുന്നു. കുട്ടിയെ മാറോടണച്ച സ്ത്രീക്ക് എങ്ങനെ നന്ദി പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തണമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും സന്തോഷം. ഈശോ വീട്ടുടമയോട് പറയുന്നു, അവൻ എൻ്റെ അമ്മയുടെ കരങ്ങളിലായിരുന്നതിനാൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഞാൻ അവനെ സുഖപ്പെടുത്തി. കാരണം വേദന മാറ്റിക്കൊടുക്കാൻ കഴിയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാണ്. അമ്മയ്ക്ക് സന്തോഷമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മേരിയും പരസ്പരം നോക്കുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 92. ഈശോ യോനയെ മുക്തനാക്കുന്നു. യെസ്രലോൺ സമതലം. വയലിൽ ഉഴവ് നടത്തുന്ന ഏതാനും കന്നുകാലികൾ വളരെ ബുദ്ധിമുട്ടിയാണ് പണിയെടുക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മനുഷ്യർ തന്നെയാണ് മൃഗങ്ങൾക്ക് പകരം കലപ്പ വലിക്കുന്നത്. അവർ കരങ്ങളും നെഞ്ചും മറ്റും ഉപയോഗിച്ച് വളരെ കട്ടിയായ ഈ ജോലി അടിമകളെപ്പോലെ ചെയ്യുന്നു. ഈശോ നോക്കിക്കാണുന്നു. കരയാൻ തുടങ്ങുന്നത് പോലെ ഈശോയുടെ മുഖം ദുഃഖിതമാണ്. ഈശോയും ശിഷ്യന്മാരും ഡോറാസിന്റെ കൃഷിസ്ഥലം അന്വേഷിച്ചു പോവുകയാണ്. പത്രോസ് മുന്നോട്ട് പോകുന്നു. വളരെ മെലിഞ്ഞ 4 വേലക്കാർ ചെറിയ ഒരു ഇടവേളയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുകയാണ്. പത്രോസ് അവരോട് ഡോറാസിനെക്കുറിച്ച് ചോദിക്കുന്നു. അത് ഈശോയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ അറിയാം. യോന ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈശോയുടെ വചനങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നടത്തിപ്പുകാരൻ വരുന്നതിന് മുമ്പ് പണി തീർക്കണം. പത്രോസും പറയുന്നു, എന്നോടൊന്ന് പറഞ്ഞേ, ആ പണിയായുധം ഉപയോഗിക്കാൻ എനിക്ക് കഴിയുമോ? എനിക്ക് കാണിച്ചു തരൂ. ഞാൻ വിജയിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ കാളയായിക്കൊള്ളാം. ജോൺ, ആൻഡ്രൂ, ജെയിംസ്, നിങ്ങൾ വന്നിത് പഠിക്കൂ. കൃഷിപ്പണിക്കാർ ചെയ്യുന്നതിനെ അനുകരിച്ച് പത്രോസ് എല്ലാം പഠിക്കുന്നു. വരൂ, ജോൺ ഇങ്ങോട്ട് വരൂ. ഒരു കാളയും മൂരിക്കുട്ടനും ഓരോ കലപ്പയുടെ കൂടെ. ജെയിംസും എൻ്റെ സഹോദരൻ ആ മിണ്ടാക്കിടാവും മറ്റേതിൻ്റെ കൂടെ. ശരി, ഉഴവ് തുടങ്ങി. കലപ്പ രണ്ടും ഒപ്പത്തിനൊപ്പം. ഈശോയും കൂട്ടുകാരും എത്തിയപ്പോൾ ആകെ ഭയപ്പെട്ടിരുന്ന അവർ മുഖം നിലത്തുവെച്ച് ആരാധിക്കുന്നു. അവർ പറഞ്ഞു, ഇവരെത്ര നല്ലവരാണ്. നിന്റെ സ്നേഹിതന്മാരായിരുന്നിട്ടും പാവപ്പെട്ട ഞങ്ങളെ സഹായിക്കുന്നു. എളിമ, വിനയം, ശാന്തത, പരമാർത്ഥത, സ്നേഹം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവന്, സഹോദരങ്ങളെയും സ്നേഹിക്കുന്നവന് തൽഫലമായി എല്ലാ പുണ്യങ്ങളുമുണ്ട്. അവൻ സ്വർഗം നേടുന്നു. ഞങ്ങൾക്കും അത് നേടാൻ കഴിയുമോ? ദേവാലയത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഞങ്ങൾക്ക് സമയമില്ല. ഉഴവുചാലിൽ നിന്ന് തല ഉയർത്താൻ കൂടി ഞങ്ങൾക്ക് സമയമില്ല. എന്നോട് പറയൂ, നിങ്ങളോട് ഇത്ര കഠിനമായി വർദ്ധിക്കുന്നവരോട് നിങ്ങൾക്ക് വിരോധമുണ്ടോ? നിങ്ങളെ ഭൂമിയിൽ ഇത്രയും താണവരാക്കി ഇട്ടിരിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തോട് വെറുപ്പും കുറ്റാരോപണവുമുണ്ടോ? ഇല്ല ഈശോ, ഒരിക്കലുമില്ല. ഇത് ഞങ്ങളുടെ വിധിയാണ്. എന്നാൽ ക്ഷീണിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ വൈക്കോൽ കിടക്കയിന്മേൽ വീണുകൊണ്ട് പറയും, എബ്രഹാമിൻ്റെ ദൈവത്തിനറിയാം നമ്മൾ എത്ര ക്ഷീണിച്ചവരായിരിക്കുന്നുവെന്ന്. അതിനാൽ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ പറയും, ഇന്നും പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് വേണമെങ്കിൽ സ്വല്പം വഞ്ചിക്കാൻ കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ഒരു പഴം വേണമെങ്കിൽ തിന്നാൻ കഴിയും. അല്ലെങ്കിൽ പുഴുങ്ങി വയ്ക്കുന്ന സസ്യാഹാരത്തിൽ അല്പം എണ്ണ ഒഴിക്കാൻ കഴിയും. എന്നാൽ യജമാനൻ പറഞ്ഞിരിക്കുന്നത് അപ്പവും സസ്യങ്ങളും മതി വേലക്കാർക്കെന്നാണ്. വിളവെടുപ്പ് കാലത്ത്
വിളവെടുപ്പ് കാലത്ത് വെള്ളത്തിൽ അല്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ദാഹശമനത്തിന് ശക്തി നൽകുന്നതിന് ഞങ്ങൾ അങ്ങനെയാണ് കഴിക്കുന്നത്. ഞാൻ വളരെ ഗൗരവമായി പറയുന്നു, അബ്രഹാമിന്റെ ദൈവം നിങ്ങളെ നോക്കി പുഞ്ചിരി തൂകുന്നു. അതേസമയം ദേവാലയത്തിലെ കപട പ്രാർത്ഥനകൾ നടത്തി തന്നെ അവഹേളിക്കുന്നവരുടെ മേൽ കർശന ഭാവത്തോടെ തിരിയുന്നു. സ്വർഗരാജ്യം നിങ്ങളെപ്പോലെയുള്ളവർക്കാണ്. അവിടെ ഒരു ഭിക്ഷുവിന് സന്തോഷവാനായ ഒരു രാജാവായിരിക്കാൻ കഴിയും. എന്നാൽ ഭരണാധികാരിയായ ഒരാൾ തന്റെ ശക്തിയെല്ലാം നിഷ്പ്രയോജനമായി ഇല്ലായ്മയേക്കാൾ ഹീനമായി കഴിയേണ്ടി വരും. ഓ യോന, അങ്ങയെ പരിശുദ്ധൻ എന്ന് വിളിക്കുന്നത് എത്ര ശരിയാണ്. അങ്ങയുടെ വാക്കുകൾ, നോട്ടം, പുഞ്ചിരി എല്ലാം പരിശുദ്ധമാണ്. ഞങ്ങളുടെ ആത്മാക്കൾക്ക് ഇതുപോലൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈശോ യോനയെക്കുറിച്ച് ചോദിക്കുന്നു. യോന മരണാവസ്ഥയിലാണെന്നറിഞ്ഞ് ക്രൂരനായ ഡോറാസിന്റെ പക്കൽ ചെന്ന് പണം കൊടുത്ത് അവനെ മുക്തനാക്കുന്നു. ശിഷ്യരുമായി ചേർന്ന് അവനെ തങ്ങളുടെ മേലങ്കികളിൽ കിടത്തി ചുമന്നുകൊണ്ടുവരുന്നു. വഴിയിൽ വെച്ച് കണ്ട ഒരു റോമൻ പട്ടാളവണ്ടി നിർത്തി ഈശോ അവരോട് സഹായം യാചിക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ എനിക്കുണ്ട്. അവനെ വണ്ടിയിൽ കയറ്റിയാൽ കൊള്ളാം. എന്നാൽ കയറ്റിക്കൊള്ളൂ, ഞങ്ങൾ നായ്ക്കളല്ല താനും. ഈശോ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരെയും കയറ്റുന്നു. രോഗിക്ക് അല്പം വീഞ്ഞു കൊടുക്കാനും ചുമയ്ക്ക് തേൻ കൊടുക്കാനുമൊക്കെ ആ പട്ടാളക്കാരൻ മനസ്സ് കാണിക്കുന്നു. നീ നല്ലവനാണ്, ഈശോ പറയുന്നു. നിന്നെ എൻ്റെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കാൻ കിട്ടിയതിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങയുടെ പ്രസംഗം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇറ്റാലിക്ക ലീജിയനിൽ പെട്ട എന്നെ, പബ്ലിയസ് ക്വിന്റിലാനുസിനെ ഓർക്കണമേ. ഞാൻ സിസേറിയയിലാണ് താമസിക്കുന്നത്. ഞാൻ സിസേറിയയിൽ വരുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ പ്രസംഗം കേൾക്കും, ഈശോ പറയുന്നു. അവർ നസ്രത്തിൽ എത്തിക്കഴിഞ്ഞു. അമ്മേ, ഇതാ യോന. അമ്മയുടെ കാരുണ്യത്തിൻ കീഴിൽ അവൻ അഭയം തേടുന്നു. യോന വളരെ അവശനാണെങ്കിലും സന്തോഷം സന്തോഷം എന്ന് മന്ത്രിക്കുന്നു. ജോസഫ് മരണം പ്രാപിച്ച മുറിയിൽ ജോസഫിന്റെ കിടക്കയിൽ കിടന്ന് അമ്മയുടെയും ഈശോയുടെയും ശുശ്രൂഷയിൽ അന്ത്യശ്വാസം വലിക്കുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 93. ഈശോ ലാസറിന്റെ ഭവനത്തിൽ. മാർത്ത മഗ്ദലനയെക്കുറിച്ച് പറയുന്നു. ഈശോ യാത്രയുടെ ഇടയ്ക്ക് ലാസറിനെ സന്ദർശിക്കുന്നു. ഈ സമയം പൂമുഖത്ത് സുന്ദരിയായ ഒരു സ്ത്രീ നിൽക്കുന്നു. അതാണ് മാർത്ത. അവൾ നല്ലവളും ദൈവഭക്തിയുള്ളവളുമാണ്. മാർത്ത നിലം പറ്റി താണ് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പ് ചുംബിക്കുന്നു. നല്ലൊരു സഹോദരിയും പരിശുദ്ധയായ സ്ത്രീയും, നിനക്ക് സമാധാനം, ഈശോ പറയുന്നു. ഈശോ മഗ്ദലനയെ കണ്ട കാര്യം ലാസർ അറിഞ്ഞിട്ടുണ്ട്. ഈശോയും ലാസറും തനിച്ചായപ്പോൾ ലാസർ ചോദിക്കുന്നു, നീ അവളെ കണ്ടോ? ലാസർ കരയുന്നു. ഞാൻ കണ്ടു, കരയാതിരിക്കൂ, ഈശോ പറയുന്നു. ലാസർ കൈകൾ മേശപ്പുറത്ത് മടക്കി വെച്ച് തല അതിൽ ചേർത്ത് വെച്ച് ഏങ്ങലടിച്ച് കരയുന്നു. മാർത്ത വരുന്നു. യേശു ആംഗ്യം കാണിച്ചുകൊണ്ട് ഒന്നും പറയണ്ട എന്ന് കാണിക്കുന്നു. സമാധാനത്തിൽ ലാസർ ശാന്തനായപ്പോൾ അവനെ വിശ്രമിക്കാൻ വിട്ട് ഈശോ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ മാർത്ത ഈശോയുടെ അടുത്തെത്തുന്നു. ഗുരുവേ, ലാസർ അങ്ങയോട് സംസാരിച്ചുവോ? ഉവ്, അവൻ സംസാരിച്ചു മാർത്ത. അങ്ങ് ഇതറിഞ്ഞെന്നും അവളെ കണ്ടെന്നും കേട്ടപ്പോൾ ലാസറിന്റെ മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല. ഗുരുവേ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോ പറഞ്ഞു. എന്നാൽ പൂർണ്ണമായി ക്ഷമിക്കാൻ എനിക്ക് കഴിയുന്നില്ല. മാർത്ത പറഞ്ഞു, നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെടണമെങ്കിൽ നീ പൊറുക്കണം. ഞാൻ അവൾക്ക് വേണ്ടി നേരത്തെ തുടങ്ങി പ്രാർത്ഥിക്കുന്നു. എന്നാൽ നിന്റെയും ലാസറിന്റെയും ക്ഷമ എനിക്ക് തരൂ, ഈശോ അവളോട് പറയുന്നു. ക്ഷമിക്കുക ഞങ്ങൾക്ക് സാധ്യമല്ല. അവളുടെ ദുർനടത്തം കാരണമാണ് ഞങ്ങളുടെ അമ്മ മരിച്ചുപോയത്. എൻ്റെ അമ്മയുടെ വേദന ഞാൻ കാണുന്നു, ലാസറിന്റെ വേദനയും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ക്ഷമിക്കൂ, അവൾക്ക് രോഗമാണ്. അങ്ങനെയെങ്കിൽ അവളെ സുഖപ്പെടുത്തൂ, മാർത്ത പറയുന്നു. ഞാൻ അവളെ സുഖപ്പെടുത്തും, വിശ്വാസമുള്ളവളായിരിക്കുക. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും. എന്നാൽ നീ അവളോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ ലാസറിനോടും പറയണം. അവളോട് അടുപ്പം കാണിക്കണം.
നിന്നെപ്പോലെ തന്നെയാണ് അവൾ എന്ന് കരുതി നീ അവളോടും സംസാരിക്കൂ. എന്നെക്കുറിച്ച് അവളോട് പറയൂ. എൻ്റെ നാമം ഹൃദയം അനുസ്മരിക്കുമ്പോൾ തന്നെ സാത്താൻ ഓടിപ്പോകുന്നു. ഇപ്പോൾ കണ്ണീരും ദുഃഖവും, പിന്നീട് സന്തോഷവും മഹത്വവും. പോയി ലാസറിനോട് പറയുക, ഞാൻ ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ പ്രശാന്തതയിൽ പിതാവിനോട് മേരിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കൂടാരപ്പെരുന്നാൾ കഴിഞ്ഞ് വീണ്ടും ലാസറിന്റെ ഭവനത്തിൽ ഈശോ വരുന്നു. അരിമത്യ ജോസഫിന്റെ ക്ഷണം. ഈശോ വീണ്ടും ലാസറിന്റെ വീട്ടിലാണ്. സ്നേഹിതന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈശോ വീണ്ടും ലാസറിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഈശോയുടെ അടുത്ത് സൈമണും ജോണും മാത്രമേ ഉള്ളൂ. ലാസറിന്റെ സ്നേഹിതരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഈശോയെ കാണാൻ ലാസർ അവരെ എല്ലാം ക്ഷണിച്ചതാണ്. അവരെല്ലാം ഈശോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ചും ഈശോയോട് പറയുന്നു. നീതിമാനായ ഒരു ഇസ്രായേൽക്കാരനാണ് അയാൾ അംഗമായിരിക്കുന്ന സൻഹെദ്രിൻ ഈശോയെ വെറുക്കുന്നു. എന്നാൽ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞയാളെ ഈശോയിൽ കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ജോസഫിന്റെ നിഗമനം ഇങ്ങനെയായിരുന്നു: അത്ഭുതങ്ങൾ ചെയ്യുന്നവന്റെ കൂടെ ദൈവമുണ്ട്. ദൈവം കൂടെയുള്ളവന് പാപത്തിലായിരിക്കാൻ സാധ്യമല്ല. പോരാ, അവൻ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനാകാതിരിക്കാൻ തരമില്ല. അദ്ദേഹത്തിന്റെ അതിഥിയായി അങ്ങയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈശോയോട് ഇത് പറയണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങയോട് യാചിക്കുന്നു. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും ഈ ആഗ്രഹം സാധിച്ചു തരണമേ. ഞാൻ പോകും, ഇപ്രകാരം അറിയിച്ചുകൊള്ളൂ. നിക്കോദെമോസും നല്ലവനാണ്, ലാസർ പറഞ്ഞു. നിക്കോദെമോസിനെ കുറിച്ചും സംസാരിക്കുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 94. അരിമത്യ ജോസഫ് നൽകിയ വിരുന്നിൽ ഗമാലിയേലിനെ ഈശോ കണ്ടുമുട്ടുന്നു. അരിമത്യ പർവ്വത പ്രദേശത്തുള്ള ഒരു പട്ടണമാണ്. ഈശോ സൈമണിന്റെയും തോമസിന്റെയും കൂടെയാണ് അവിടേക്ക് പോകുന്നത്. തോമസിന് അരിമത്യ ജോസഫിനെ നന്നായിട്ട് അറിയാം. തോമസ് അയാളുടെ സുന്ദരമായ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നു. പർവ്വതത്തിന് തൊട്ട് അങ്ങ് ജെറുസലേമിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ ഒന്നും ഇവിടെ കരുതുന്നില്ല. ആ ഡോറസിനെ പോലെ ഇവിടെ ജോലിക്കാർക്കെല്ലാം നല്ല ഭക്ഷണവും വസ്ത്രവും ലഭിക്കുന്നു. അവർ ആരോഗ്യമുള്ളവരും സംതൃപ്തരുമാണ്. അവർ വീടിനോടടുത്തപ്പോൾ ഭൃത്യന്മാർ ജോസഫിനെ അറിയിക്കുന്നു. വളരെ വീതിയുള്ള തൊങ്ങലുകൾ പിടിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച ജോസഫ് വന്ന് ഈശോയെ അഭിവാദ്യം ചെയ്യുന്നു. താണു വണങ്ങുന്നു. ഈശോയും കുനിഞ്ഞ് സമാധാന ആശംസ നൽകുന്നു. ഗുരുവേ, അകത്തേക്ക് വരൂ. എൻ്റെ ക്ഷണം സ്വീകരിച്ച് അങ്ങ് എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. നീ സത്യം അന്വേഷിക്കുന്ന ഒരാത്മാവാണ്. സത്യം നിന്നെ പരിത്യജിക്കുകയില്ല, ഈശോ പറയുന്നു. സത്യം അവിടുന്നാണോ? ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്നെ സ്നേഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവന് വഴി സുനിശ്ചിതമാണ്. കാരണം ദൈവം നീതിയും സ്നേഹവും മാത്രവുമല്ല, സത്യവും കൂടെയാണ്. നിന്റെ ഓരോ വാക്കിലും വിജ്ഞാനം പ്രസരിക്കുന്നു. സൈമന്റെ നേരെ തിരിഞ്ഞു പറയുന്നു, ഇത്രയും ദീർഘകാലത്തിന് ശേഷം നീയും എൻ്റെ വീട്ടിൽ വന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതാരാണ്? ഇവനെ ഞാൻ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു. ഞാൻ ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ആണ്. ഓ ശരി, നിന്റെ വൃദ്ധനായ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? ഉവ്, എൻ്റെ സഹോദരന്മാരുമൊത്ത് വ്യാപാരവും നടത്തുന്നു. ഗുരുവിനെ പ്രതി ഞാൻ അപ്പനെ വിട്ടുപോന്നു. എന്നാൽ ഞാൻ പോന്നതിൽ അപ്പന് സന്തോഷമാണ്. നസ്രത്തിലെ ഈശോയാണ് മിശിഹ എന്നവൻ വിശ്വസിക്കുന്നത് കൊണ്ട് തൻ്റെ മകൻ അവൻ്റെ സ്നേഹിതരിൽ ഒരാളാണെന്ന് അറിയുമ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല. ഗുരു, ലാസറിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നിക്കോദേമോസും ഗമാലിയേലും ഉണ്ടായിരിക്കും. അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ജോസഫ് ചോദിക്കുന്നു. എന്തിന്? അവൻ്റെ ജ്ഞാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. അയാൾക്ക് അങ്ങയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. വളരെ സമൃദ്ധമായി ഒരുക്കിയിരിക്കുന്ന വിരുന്നുശാലയിൽ അവർ പ്രവേശിച്ചു. നിക്കോദേമോസും ഗമാലിയേലും വന്നപ്പോൾ ജോസഫ് ഓടിച്ചെന്ന് സ്വീകരിക്കുന്നു. അഭിവാദനത്തിന്റെയും പ്രത്യഭിവാദനത്തിന്റെയും ഒരു ബഹളം. ഈശോയും തല കുനിച്ച് ആ മഹാറബ്ബിയെ ബഹുമാനിക്കുന്നു. പ്രധാന ഇരിപ്പിടത്തിൽ ഗമാലിയേൽ, ഇരുവശങ്ങളിലും ഈശോയും ജോസഫും. ലാസർ ഈശോയുടെ അടുത്ത്, നിക്കോദേമോസ് ജോസഫിനടുത്തും.
പിന്നെ മറ്റതിഥികളും പ്രാർത്ഥന കഴിഞ്ഞ് വിരുന്ന് ആരംഭിക്കുന്നു. ഗമാലിയേൽ വളരെ മഹിമയുള്ള ആളാണ്, എന്നാൽ അഹങ്കാരിയല്ല. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു. ഈശോയുടെ ഓരോ വാക്കിനെക്കുറിച്ചും അയാൾ ചിന്തിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. വിരുന്ന് മിക്കവാറും തീരുന്നതുവരെ ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള പരാമർശമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഫെലിക്സ് ലാസറുമായി ചർച്ച ആരംഭിച്ചു. അത്ഭുതങ്ങളെക്കുറിച്ച് ഈശോ മൗനമായിരിക്കുകയാണ്. ഗമാലിയേൽ കൈമുട്ടുകൾ കിടക്കയിൽ കുത്തിക്കൊണ്ട് ഈശോയെ വീക്ഷിക്കുകയാണ്. ഫെലിക്സ് മോശയെയും അഹ്റോനെയും പറ്റി തുടങ്ങി യോഹന്നാനിലും ഈശോയിലും എത്തിക്കുന്നു. ജോണിനെ അനുകൂലിച്ചും ഈശോയ്ക്കെതിരായുമാണ് ചർച്ച. ഈശോ മഹാനാണെന്ന് സ്ഥാപിക്കാൻ ജോസഫും കൂട്ടരും, ഈശോ സാധാരണ മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ ഫെലിക്സും തർക്കിക്കുന്നു. ഗമാലിയേൽ എന്തെങ്കിലും പറയൂ. ഫെലിക്സിന് ഇടർച്ച. ഗമാലിയേൽ, അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ വലിയ മനുഷ്യൻ ആരാണ്? എനിക്കറിയാവുന്നവരിൽ ഏറ്റവും വലിയ പ്രവാചകൻ, വാക്കിലും പ്രവൃത്തിയിലും ഏറ്റവും വലിയവൻ. ഗമാലിയേൽ മറുപടി പറയുന്നു, അവൻ മിശിഹായാണ്. ഗമാലിയേൽ, നിന്നോട് ഞാൻ പറയുന്നു, എന്നെ വിശ്വസിക്കൂ, നീ ജ്ഞാനിയും നീതിമാനുമാണല്ലോ. ജോസഫ് പറയുന്നു, എന്ത്? നീയും യഹൂദന്മാരുടെ വഴികാട്ടി, ഞങ്ങളുടെ അഭിമാനം. നീയും ഒരു മനുഷ്യനെ ദൈവമായി കരുതുന്ന ഈ വിഗ്രഹാരാധനയിലേക്ക് വീഴുകയാണോ? ഇവൻ ക്രിസ്തുവാണെന്ന് ആരെനിക്ക് തെളിയിച്ചു തരും? എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ അവൻ ഒരത്ഭുതവും ചെയ്യാത്തത്? അവനെ സ്തുതിക്കുന്ന നീയും അവനെ പിന്താങ്ങുന്ന നീയും അവനോട് പറയൂ. ഫെലിക്സ് പറയുന്നു, ഞാൻ അവനെ ക്ഷണിച്ചതെന്റെ സ്നേഹിതരുടെ വിനോദത്തിനു വേണ്ടിയല്ല, ഇവൻ എൻ്റെ അതിഥിയാണെന്ന് ഓർക്കണമെന്ന് ഞാൻ എന്നോട് യാചിക്കുന്നു. വഴക്കാളിയും ധിക്കാരിയുമായ ഫെലിക്സ് എഴുന്നേറ്റ് സ്ഥലം വിടുന്നു. കുറച്ചു സമയത്തേക്ക് മൗനം. ഈശോ ഗമാലിയേലിനോട് ചോദിക്കുന്നു, വിശ്വസിക്കാൻ വേണ്ടി നീ അത്ഭുതങ്ങളൊന്നും ചോദിക്കുന്നില്ലേ? എൻ്റെ ഹൃദയത്തിലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തീർക്കാൻ ദൈവത്തിൻ്റെ ഒരു മനുഷ്യൻ ചെയ്യുന്ന അത്ഭുതങ്ങൾക്ക് കഴിയുകയില്ല. എൻ്റെ ആശയങ്ങളിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഈശോയ്ക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഒരിക്കൽ ഒരു ദിവസം സൂര്യപ്രകാശത്തിൻ്റെ ഒരു വലിയ വെളിച്ചമുണ്ടായി. ഒരു ബാലൻ, കുട്ടിക്കാലം കഷ്ടിച്ച് പിന്നിട്ടവൻ, എന്നാൽ അവൻ്റെ പ്രശാന്തമായ മുഖത്ത് ദൈവം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം ഒന്നുകൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്താമഗ്നനായി ഈശോയെ സൂക്ഷിച്ചു നോക്കി. നിന്റെ പേരെന്താണ്? ഗമാലിയേൽ ചോദിച്ചു. ഈശോ എഴുന്നേറ്റ് നിന്ന് വളരെ ഗാംഭീര്യത്തോടെ പറയുന്നു, ആയിരിക്കുന്നവൻ ആരോ അവനാണ് ഞാൻ. ഐ ആം ഹു ആം. പിതാവിൻ്റെ ചിന്തയും വചനവുമാണ് ഞാൻ. മിശിഹായാണ്. നിന്റെ വിശുദ്ധി വളരെ വലുതാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആ ബാലൻ എന്നോട് പറഞ്ഞു, ഞാൻ അടയാളം തരും. എൻ്റെ നാഴിക വരുമ്പോൾ ഈ കല്ലുകൾ പ്രകമ്പനം കൊള്ളും. വിശ്വസിക്കാൻ ആ നാഴികയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അനന്തരം ഈശോ നെഞ്ചത്ത് വെച്ചിരുന്ന കൈ താഴ്ത്തിയിട്ട് ഉറക്കെ പറയുന്നു, വളരെ മുമ്പ് പറഞ്ഞ ആ വാക്കുകൾ ആവർത്തിച്ചു പറയുന്നു. പാപപ്പൊറുതി ലഭിച്ച് രക്ഷിക്കപ്പെടണമെങ്കിൽ ഓ ഇസ്രായേലിന്റെ പണ്ഡിത, നീതിമാനായ മനുഷ്യ, ആ അടയാളത്തിനായി കാത്തിരിക്കുക, എന്നിട്ട് വിശ്വസിക്കുക. അതിനു മുമ്പ് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ അനുഗ്രഹീതൻ. നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ അടയാളത്തിനു വേണ്ടി കാത്തിരിക്കും. ദൈവം നിന്നോടുകൂടെ. ഗമാലിയേൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിത്യനായ അരൂപി നിന്നെ പ്രകാശിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ. സൻഹെദ്രിൻ, അങ്ങളോട് കൂടെ യാത്രയാകുന്ന ഗമാലിയേലിനെ എല്ലാവരും വന്ദിക്കുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 95. മരിക്കാറായ ഒരു ബാലനെ സുഖപ്പെടുത്തുന്നു. ദേവാലയത്തിന്റെ അകം. വിശുദ്ധ സ്ഥലത്തിനടുത്ത് ഈശോയും ശിഷ്യരും പ്രാർത്ഥിക്കുകയാണ്. ആളുകൾ ബഹളമുണ്ടാക്കുന്നു. നടുമുറ്റത്തെ ഏകാന്തതയ്ക്ക് ഭംഗം നേരിട്ടു. പലരും തിരിഞ്ഞു നോക്കി. യൂദാസും തിരിഞ്ഞു നോക്കി. ഒരു റോമൻ പടയാളി അകത്തേക്ക് വരാൻ നോക്കുന്നു. അവൻ അശുദ്ധമാക്കുന്നു. ഞാൻ പോകട്ടെ, ഈശോ അവിടെയുണ്ട്, അവനെ എനിക്ക് കാണണം. നിങ്ങളുടെ പൊട്ടക്കല്ലുകളൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല. ഈശോയെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈശോ വേഗം പോകുന്നു. അയാളുടെ അടുത്തെത്തുന്നു.
അയാളുടെ പടച്ചട്ടയിൽ രക്തം പുരണ്ടിരിക്കുന്നു. മത്സ്യ കവാടത്തിൽ വെച്ച് ഈശോയെ പരിചയപ്പെട്ട അലക്സാണ്ടറാണ് അയാൾ. നിനക്ക് മുറിവേറ്റതാണോ? ഈശോ അയാളെ വേറൊരു മുറ്റം വഴി മാറ്റിക്കൊണ്ടു പോകുന്നു. എനിക്ക് മുറിവേറ്റതല്ല. ഒരു ചെറുബാലൻ എൻ്റെ കുതിര അന്റോണിയോയുടെ സമീപമെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് ഓടി ഈ കുട്ടിയെ തട്ടി വീഴ്ച്ചു. അവൻ്റെ കുളമ്പ് കൊണ്ട് കുട്ടിയുടെ തല പിളർന്നുപോയി. പ്രോക്ലസ് പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന്. അങ്ങ് കടന്നു പോകുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, പ്രോക്ലസിന് പറ്റുകയില്ല, എന്നാൽ ഈശോയ്ക്ക് കഴിയും. വളച്ചുവാതിലിന്റെ നടയിൽ തൂണിൽ ചാരി വേദനയാൽ പിളർക്കപ്പെടുന്ന ഒരു സ്ത്രീ ഇരിക്കുന്നു. മരിക്കുന്ന കുട്ടിയെ ഓർത്ത് വിലപിക്കുന്നു. അവന്റെ തല മുൻപിലും പിൻപിലും പൊട്ടി തലച്ചോറ് കാണാം. തലയിലെ മുറിവിന് വട്ടം ചുറ്റിക്കൊണ്ട് ഈശോ കരം അവളുടെ ശിരസിൽ വെച്ചുകൊണ്ട് പറയുന്നു, സ്ത്രീയെ, കരയാതിരിക്കൂ. കുനിഞ്ഞ് മുറിവേറ്റ കുഞ്ഞിന്റെ തല തന്റെ കരങ്ങളിലെടുക്കുന്നു. നിർജീവമായ അതിരങ്ങളിൽ നിശ്വസിക്കുന്നു. അനന്തരം ഈശോ പുഞ്ചിരി തൂകുന്നു. കുഞ്ഞ് കണ്ണുകൾ തുറന്ന് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നു. അവന്റെ അമ്മ വിചാരിക്കുന്നത് അതവന്റെ മരണവെപ്രാളം ആയിരിക്കുമെന്നാണ്. സ്ത്രീയെ, അവൻ പോകട്ടെ. കുട്ടി എൻ്റെ അടുത്ത് വരൂ. കുട്ടി ഈശോയുടെ കരങ്ങളിലേക്ക് വീണ് കരയുന്നു. ഇവിടെ ഒരു കുതിരയുമില്ല. കുതിര ഇവിടെയില്ല, ഈശോ പറയുന്നു. സ്ത്രീയെ നോക്കൂ, ഇത് പേടി മാത്രമാണ്. ഈശോ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കുട്ടിയുടെ തലയിലെ കെട്ടഴിക്കാൻ തുടങ്ങുന്നു. അലക്സാണ്ടറും ആ സ്ത്രീയും തടയുന്നു. വേണ്ട, അവൻ സുഖമായി വരുന്നു. എന്നാൽ തല പിളർന്നിരിക്കുകയാണ്. ഈശോ പുഞ്ചിരിച്ചുകൊണ്ട് കെട്ടഴിക്കുന്നു. 1, 2, 3, 8 ചുറ്റാണ് ചുറ്റിയിരിക്കുന്നത്. ഈശോ തല കഴുകി ശുദ്ധിയാക്കുന്നു. തലമുടി വൃത്തിയായപ്പോൾ അതിനടിയിൽ മുറിവൊന്നുമില്ല. അത്ഭുതം നിറഞ്ഞ് ജനങ്ങൾ ഹർഷാരവം മുഴക്കുന്നു. ഈശോയെ, നന്ദി. ഞാൻ നിഷ്കളങ്കനായ ഈ കുട്ടിയെ കൊന്നല്ലോ എന്നോർത്ത് വിഷമിച്ചു പോയി. നീ നല്ലവനാണ്, വിശ്വസ്തനുമാണ്. തിരിച്ചു നിന്റെ ജോലിക്ക് പൊയ്ക്കൊള്ളൂ. അപ്പോഴിതാ കൊടുങ്കാറ്റ് പോലെ കുറെ പുരോഹിതന്മാരും ജോലിക്കാരും പാഞ്ഞെത്തുന്നു. പ്രധാന പുരോഹിതൻ വഴി നിന്നോട് ആജ്ഞാപിക്കുന്നു, ഉടൻ തന്നെ ദേവാലയം വിട്ടുപോകണം. നീയും ദേവാലയം അശുദ്ധമാക്കിയ അവിശ്വാസിയും ഈ സ്ഥലത്ത് ഇനി കാലുകുത്തിക്കൂടാ. നിന്റെ അവിശ്വാസികളുടെ പോയി താമസിക്കൂ. ഈശോ ശാന്തനായി എന്നാൽ കർശനമായി ചോദിക്കുന്നു, ഇപ്പോൾ ഉദ്യോഗം വഹിക്കുന്ന പ്രമാണികൾ ആരെല്ലാമാണ്? ഡോറസും ഫെലിക്സും യൂദായിൽ നിന്ന്, യവാക്കീം കഫർനാമിൽ നിന്ന്, ജോസഫ് ഇറ്റൂരിയായിൽ നിന്ന്. എനിക്ക് മനസ്സിലായി, നമുക്ക് പോകാം. മതിൽക്കെട്ടിന് വെളിയിൽ അന്തോണിയോ ഗോപുരത്തിന് സമീപമെത്തിയപ്പോൾ അലക്സാണ്ടർ പറയുന്നു, ഗുരുവേ, എന്നോട് ക്ഷമിക്കണമേ. ഒട്ടും വിഷമിക്കേണ്ട. എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുവാൻ അവർ നോക്കിയിരിക്കുകയായിരുന്നു. ദൈവം നിന്നോട് കൂടെ. പ്രകാശത്തിൽ നീ മുന്നോട്ടു പോവുക. ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 96. ഈശോ ഗെത്സെമനയിൽ വെച്ച് രാത്രിയിൽ നിക്കോദെമോസിനോട് സംസാരിക്കുന്നു. നിക്കോദെമോസിന് രഹസ്യത്തിൽ ഈശോയോട് സംസാരിക്കണമെന്ന് ലാസർ സൈമൺ വഴി ഈശോയെ അറിയിക്കുന്നു. ഈശോ സാധാരണ ഗെത്സെമനയിൽ തങ്ങാറുള്ള ഭവനത്തിൽ വെച്ച് നിക്കോദെമോസിനെ സ്വീകരിക്കുന്നു. മറ്റു ശിഷ്യന്മാരെല്ലാം ഉറങ്ങുന്നതിനായി വേറെ ഭവനങ്ങളിലേക്ക് പോയിരിക്കുകയായിരുന്നു. ജോണും സൈമണും മാത്രമേ ഉള്ളൂ. ജോണാണ് നിക്കോദെമോസിനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഗുരുവേ, രഹസ്യത്തിൽ അങ്ങയോട് സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടത് ക്ഷമിക്കണമേ. അങ്ങയെ ഓർത്തും എന്നെ തന്നെ ഓർത്തുമാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചത്. അങ്ങേക്ക് ധാരാളം ശത്രുക്കളുണ്ട്. അങ്ങയോട് മതിപ്പുള്ളവരായി ഇവിടെയുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ് ഞാൻ. സെൻഹെദ്രിനിൽ ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു, അവന്റെ അനുയായികൾ ഒരാളാണ് ഞാനെന്ന്. എന്നാൽ ജോസഫ് എന്റെ ചെവിയിൽ മന്ത്രിച്ചു, ഒന്നും പറയണ്ട, നമ്മുടെ ചിന്തകൾ ഒട്ടും വെളിപ്പെടുത്തേണ്ട. പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ അവന്റെ ശിഷ്യരാണെന്നറിഞ്ഞാൽ അവരുടെ ആലോചനകളും തീരുമാനങ്ങളും ഒന്നും നമ്മെ അവർ അറിയിക്കുകയില്ല. നേരെ മറിച്ച് അവന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതേയുള്ളൂ എന്ന് വിചാരിച്ചാൽ കാപട്യമൊന്നും കാണിക്കുകയില്ല. ഓ, എന്നോട് പറയൂ, കർത്താവിന്റെ മിശിഹായാണോ നീ? ഉടമ്പടി അനുസരിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ
മനുഷ്യനായി അവതരിച്ച വചനമാണോ നീ? ഇത് നീ തന്നെ ചോദിക്കുന്നതാണോ, അതോ ഇത് ചോദിക്കാൻ മറ്റുള്ളവർ നിന്നെ അയച്ചിരിക്കുന്നതാണോ? ഞാൻ തന്നെ ചോദിക്കുന്നതാണ് കർത്താവേ. എൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റും പീഡനവുമാണ്. പക്വതയിലെത്തിയ ഒരു മനുഷ്യനായി എനിക്ക് ഈ പയ്യൻ്റേതുപോലെ സമാധാനപരമായ ഒരു ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? ജോണേ, മകനെ, നസ്രത്തിലെ ഈശോ മിശിഹ ആണെന്ന് നീ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രഹസ്യം എന്നെ പഠിപ്പിക്കൂ. ജോൺ ചുവപ്പ് നിറമായി തലയും താഴ്ത്തി ഇത്രമാത്രം പറഞ്ഞു, സ്നേഹിക്കുന്നത് കൊണ്ട്. അപ്പോൾ നീ എങ്ങനെയാണ് സൈമൺ, വാർദ്ധക്യത്തിന്റെ പടിക്കിലെത്തിയ നീതിമാനായ ഒരു മനുഷ്യൻ, പഠനമുള്ളവൻ, എവിടെയും ചതി ഉണ്ടായിരിക്കുമെന്ന് ഭയപ്പെടുത്തക്ക വിധം അത്രയധികം ദുരിതത്തിൽ പരീക്ഷിക്കപ്പെട്ടവൻ, ധ്യാനിക്കുന്നത് കൊണ്ട്. ഞാനും സ്നേഹിക്കുന്നു, ധ്യാനിക്കുന്നു, എന്നാൽ എനിക്കിപ്പോഴും ഉറപ്പ് കിട്ടുന്നില്ല. ഈശോ പറയുന്നു, അതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അവർ രണ്ടും വീണ്ടും ജനിക്കേണ്ടതെങ്ങനെയെന്ന് മനസ്സിലാക്കി. എല്ലാ ആശയങ്ങളും വിട്ട്, എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ഒരു പുതിയ അരൂപിയിലേക്ക് വരുന്നത് എങ്ങനെയെന്ന് അവർ മനസ്സിലാക്കി. തന്നിമിത്തം അവർ ദൈവത്തെ മനസ്സിലാക്കി. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവത്തിൻ്റെ രാജ്യം കാണാനോ അതിൻ്റെ രാജാവിൽ വിശ്വസിക്കാനോ കഴിയുകയില്ല. വളർച്ചയെത്തിയ ഒരു മനുഷ്യന് വീണ്ടും ജനിക്കാൻ കഴിയുന്നതെങ്ങനെ? ധാരാളം അജ്ഞാനികൾ വിശ്വസിക്കുന്ന പുനർജന്മത്തെക്കുറിച്ചാണോ നീ പറയുന്നത്? ആയിരിക്കില്ല. പിന്നെങ്ങനെ? ഈ ലോകത്തിൽ ശരീരത്തിന് ഒരു ജീവൻ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിനപ്പുറം ആത്മാവിന് ഒരു നിത്യജീവനേ ഉള്ളൂ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മാംസത്തെയും രക്തത്തെയും കുറിച്ചല്ല, അമർത്യമായ അരൂപിയെക്കുറിച്ചാണ്. അരൂപി യഥാർത്ഥ ജീവനിലേക്ക് നയിക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, ജലത്താലും അരൂപിയാലും. ജലം ഒരു പ്രതീകം മാത്രം. ജലത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവൻ അരൂപിയാലും വിശുദ്ധീകരിക്കപ്പെടണം. അരൂപിയാൽ അവൻ കത്തിജ്വലിക്കുകയും വേണം. ദൈവത്തിന്റെ മടിയിൽ ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം. കാരണം സ്വർഗരാജ്യത്തിൽ വസിക്കാനുള്ളവർ അരൂപിയാൽ പ്രായപൂർത്തി എത്തിയവർ മാത്രമാണ്. അതിനാൽ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആശ്ചര്യപ്പെടേണ്ട. നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടും ജനിക്കേണ്ടത് എങ്ങനെയെന്ന് ഇവർ രണ്ടുപേരും മനസ്സിലാക്കി. ഇളയവൻ അവന്റെ മാംസത്തെ കീഴടക്കി. ആത്മാവിന് ജീവൻ കൊടുക്കുന്നതിനായി അഹം സ്നേഹമാകുന്ന അഗ്നിസ്തംഭത്തിൽ വച്ചു. പദാർത്ഥപരമായി ഉണ്ടായിരുന്നതെല്ലാം കത്തി. പ്രായം കൂടുതലുള്ളയാൾ തന്റെ പഴയ ചിന്താഗതിയുടെ വേരിന് ധ്യാനമാകുന്ന മഴുവെച്ചു. പഴയ ചെടി വേരോടെ പിഴുതുമാറ്റി. സന്മനസ് എന്ന ഏക മുള മാത്രം നിർത്തി. അതിൽ നിന്നാണ് പുതിയ ചിന്തകൾ മുളയ്ക്കാൻ അവൻ അനുവദിച്ചത്. നിക്കോദേമോസേ, നിനക്ക് ബോധ്യമായോ? ഗുരുവേ, എനിക്ക് മനസ്സിലായി. ഇനിയും അങ്ങയോട് സംസാരിക്കാൻ എപ്പോൾ എനിക്ക് കഴിയും? എങ്ങോട്ട് നിന്നെ കൊണ്ടുവരണമെന്ന് ലാസറിന് അറിയാമായിരിക്കും. ഈ സ്ഥലത്ത് നിന്ന് ദൂരേക്ക് പോകുവാൻ ഞാൻ തീരുമാനിക്കുന്നു. നീ ചെയ്യുന്നത് ശരിയാണ്. എനിക്കും ജോസഫിനും എത്ര വിഷമമാണ്. ലാസറിനും എന്ത് ദുഃഖമായിരിക്കും. എന്നാൽ ഇന്നവൻ തീരുമാനിച്ചത് ഈശോ ഇവിടുന്ന് വിട്ടുപോയിക്കൊള്ളട്ടെ, സിയോനിലുള്ള അവന്റെ വീടുകളിൽ ഒന്നിൽ താമസിച്ചുകൊള്ളട്ടെ എന്നാണ്. ലാസർ വളരെ ധനികനായ മനുഷ്യനാണ്. പട്ടണത്തിന്റെ ഒരു വലിയ ഭാഗം അവൻ്റേതാണ്. അതുപോലെ പാലസ്തീനായിൽ പലയിടത്തും ധാരാളം വസ്തുക്കളുണ്ട്. അവന് അവന്റെ പിതാവിന്റെ സ്വത്തുക്കൾ, റോമായ്ക്ക് വിശ്വസ്ത സേവനം ചെയ്തതിന്റെ ഫലം, പിന്നെ അമ്മ യുക്കേറിയയുടെ സ്വത്ത്, ഇങ്ങനെ വമ്പിച്ച സ്വത്തുക്കൾ. ഇതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് വളരെ ശക്തമായ മൈത്രിയാണ് റോമായുമായിട്ടുള്ളത് എന്ന കാര്യമാണ്. അതില്ലായിരുന്നെങ്കിൽ മേരി നിമിത്തം അവന്റെ വീട് മറ്റുള്ളവർ നശിപ്പിക്കുമായിരുന്നു. മേരി എന്തൊക്കെയാണ് ചെയ്തത്? ലജ്ജാകരമായ ജീവിതം, ഉന്നത സ്ഥാനം നിമിത്തം നേടിയെടുത്ത വിവാഹമോചനം, തിബിരിയാസിലുള്ള വേശ്യാലയം, അവിടെ റോമക്കാർക്കും ഗ്രീക്കുകാരും ചേർന്ന് പ്രബലന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളവയെല്ലാം. ഇതെല്ലാം അവൾ നിമിത്തം ഉണ്ടായിട്ടുള്ളതാണ്. സമരിയക്കാരനായ തിയോഫിലോസ് പുതുതായി ഇസ്രായേലിൽ ചേർന്നവനാണ്. അവന് കുറെ കൂടെ ആഴമായ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ മക്കളെ ഗ്രീക്ക് സംസ്കാരമനുസരിച്ച് വളർത്തുമായിരുന്നില്ല. യവന സംസ്കാരം ലാസറിനും
മാർത്തയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്നാൽ മേരിയെ അത് ആക്രമിച്ചു. റോമായുടെ ശക്തമായ ആനുകൂല്യവും അവർക്കുള്ളതുകൊണ്ട് ജനങ്ങൾക്ക് അവരെ ഭയമാണ്. അതിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക. ഗുരുവേ, എന്നെ ആശ്രദിക്കുക, ഞാൻ പോകട്ടെ. ജോൺ നിക്കോദമസിനെ യാത്രയയക്കാൻ പോകുന്നു. ദൈവം മനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 97. ഈശോ തെളിവെള്ളമെന്ന സ്ഥലത്ത്. പാലസ്തീനയിൽ തന്നെയുള്ള തെളിവെള്ളമെന്ന സ്ഥലത്ത് ലാസറിനുള്ള ഒരു ഭവനം ഈശോയ്ക്കും ശിഷ്യന്മാർക്കും വേണ്ടി ലാസർ ഒരുക്കുന്നു. ഈശോയുടെ ആഗ്രഹപ്രകാരം അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കൃഷി ആയുധങ്ങൾ വയ്ക്കാനും വിളകൾ ശേഖരിക്കാനും പണിക്കാർക്ക് താമസിക്കാനും മൃഗങ്ങളെ സൂക്ഷിക്കാനും ഉപയോഗിച്ചിരുന്നതാണ്. അടുക്കളയിലും മുമ്പിലുള്ള കിണറിന് ചുറ്റും ചെറിയ വേലി ഉണ്ടാക്കുന്നതിലും തൊട്ടിയും കയറും ശരിയാക്കുന്നതിലും മറ്റ് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിലും ശിഷ്യന്മാർ വ്യാപൃതരാണ്. തോമസ് അടുക്കളയിൽ തിരക്കിട്ട് പണിയാണ്. അടുപ്പിൽ തീ കത്തിക്കുന്നതും ജ്വാലകൾ നിയന്ത്രിക്കുന്നതും സസ്യങ്ങൾ ഒരുക്കുന്നതും കണ്ടിട്ട് പാചകജോലിയിൽ പരിചയവും പ്രാവീണ്യവും ഉള്ളതുപോലെ തോന്നുന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ പോയി സസ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന യൂദാസാണ്. ഗ്രാമത്തിൽ ആഴ്ചയിൽ 2 ദിവസം റൊട്ടി കിട്ടും. അന്നുണ്ടായിരുന്നില്ല. യൂദാസിനെ മാവ് കുഴയ്ക്കാൻ പത്രോസ് ഏൽപ്പിക്കുന്നു. പത്രോസ് ചുടാനായി തയ്യാറെടുക്കുന്നു. പക്ഷേ യൂദാസിന് ഈ താമസത്തിൽ തൃപ്തിയില്ല. പത്രോസ് പറയുന്നു, ഇന്നാണ് ബുദ്ധിമുട്ടുള്ള ദിവസം, നാളെ ഇതിലും എളുപ്പമായിരിക്കും. വസന്തകാലമാകുമ്പോൾ എല്ലാം ശരിയാകും. വസന്തത്തിലോ? നമ്മൾ എന്നും ഇവിടെ തന്നെ താമസിക്കാൻ പോവുകയാണോ? പരിഭ്രമത്തോടെ യൂദാസ് ചോദിക്കുന്നു. എന്താ, ഇതൊരു വീടല്ലേ? മഴവെള്ളം അകത്തേക്ക് വീഴുന്നില്ല. കുടിവെള്ളം അടുത്തു തന്നെയുണ്ട്. തീ കത്തിക്കാൻ അടുപ്പുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമായി. പത്രോസേ, നമുക്ക് പോയി നമ്മുടെ വല വലിച്ചു കയറ്റാം എന്ന് പറഞ്ഞ് പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് പത്രോസിനെ വലിച്ചുകൊണ്ടുപോകുന്നു. യൂദാസുമായി ശണ്ട കൂടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. യൂദാസ് എന്തോ അവ്യക്തമായി മുറുമുറുക്കുന്നു. മറ്റേ യൂദാസ് അടുക്കളയിൽ ഒരു ചെറിയ അലമാരി ശരിയാക്കുകയാണ്. പാത്രം വയ്ക്കാൻ ഒരു തട്ട് അലമാരി രൂപപ്പെടുത്തുകയാണ്. അയാൾ പറഞ്ഞു, നീ തെറ്റ് ചെയ്യുന്നു. നമ്മുടെ പിതാവ് എല്ലാ ഇസ്രായേൽക്കാരും ജോലി ചെയ്യണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളിതാ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നത് നിനക്കിത്ര ഭാരമേറിയ ഒന്നാണോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവന്റെ കൂടെ വന്നതിൽ പിന്നെ ജോലി വളരെ ഭാരക്കുറവുള്ളതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഇവിടെ നമ്മൾ കുറെ അധികം ചെയ്യും. യൂദാസ് വിപരീതാർത്ഥത്തിൽ പറയുന്നു. ശാന്തനായിരിക്കൂ. ഈശോ ഈ തർക്കങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. നമുക്ക് വളരെ കുറച്ചു മാത്രം സംസാരിക്കുകയും വളരെ അധികം ജോലി ചെയ്യുകയും ചെയ്യാം. അൽഫയോസിന്റെ മകൻ ജെയിംസ് പറയുന്നു. അപ്പോൾ ഐസക്കും ആന്ത്രയും കൂടെ ലാസറിന്റെ ആ സ്ഥലത്തെ നടത്തിപ്പുകാരൻ കൊടുത്തയച്ച കുറച്ച് മുട്ടയും നല്ല മണമുള്ള റൊട്ടിയും ഒരു കൂട മത്സ്യവുമായി വരുന്നു. അന്ത്രയോസ് ആ മത്സ്യം പാകപ്പെടുത്തുന്നു. ഈശോയും ഇടയന്മാരും കൂടി ആ പ്രദേശമെല്ലാം ചുറ്റി നടന്ന് ആളുകളെ അറിയിച്ച ശേഷം വന്നെത്തി. യൂദാസ് ഉണ്ടാക്കിയ കേക്കുകളും പത്രോസ് ചുട്ടെടുത്ത റൊട്ടിയും മേശപ്പുറത്ത് വച്ച് ഇരിപ്പിടങ്ങളും കപ്പുകളും ജഗ്ഗുകളും നിരത്തുന്നു. തോമസ് പുഴുങ്ങിയ സസ്യങ്ങളും പൊരിച്ച മത്സ്യവും കൊണ്ടുവന്ന് വെച്ചു. ഈശോ എല്ലാവരുടെയും മധ്യത്തിൽ വന്നിരുന്ന് ഭക്ഷണം ആശീർവദിച്ച് കഴിച്ചു. അങ്ങനെ അവിടുത്തെ താമസം ആരംഭിച്ചു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകൾ വന്നു ചേരാൻ തുടങ്ങി. മുറ്റത്തെ വലിയ ഷെഡ് ആളുകളെ സ്വീകരിക്കാനും കർത്താവിനെ പ്രസംഗിക്കാനും ഉപയോഗിക്കുന്നതാണ്. ഷെഡിന്റെ അങ്ങേയറ്റത്ത് ചെന്ന് ഈശോ പ്രസംഗം ആരംഭിക്കുന്നു. വചനത്തെ നോക്കിയിരിക്കുന്ന നിങ്ങൾക്ക് സമാധാനം. എന്താണ് ജീവൻ? മനുഷ്യൻ ആദ്യം ഒരു വിത്താണ്, വളരുന്ന വിത്ത്. എന്നാൽ ശാരീരികമല്ലാത്ത ഒരു ഭാഗം അതിലേക്ക് നിവേശിക്കുന്നു. ഈ അരൂപി വളരെ ശക്തിയുള്ള ആത്മീയ ജീവനാണ്. ഈ നിവേശനം കഴിയുമ്പോൾ ഭ്രൂണം ചലനമുള്ള ഒരു ചങ്ക് മാത്രമായിരിക്കുകയില്ല. സൃഷ്ടാവിന്റെ ചിന്തയ്ക്കനുസരണം അത് ജീവിക്കുന്നു. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ, സ്വർഗത്തിലെ ഭാവി പൗരൻ. ഈ ജീവിതത്തോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ടോ? ഉണ്ട്. ജീവിതം ഒരു ദൈവിക ദാനമാകുന്നു. ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും ദാതാവിനെ പോലെ തന്നെ വിശുദ്ധമാണ്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ദാനങ്ങളും വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും വേണം.
ഈ ദൈവിക ദാനം ഉപയോഗിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതെങ്ങനെ? ആത്മാവിനെ എങ്ങനെ സൂക്ഷിച്ചു വളർത്തും? എൻ്റെ ദരിദ്രരായ സ്നേഹിതരോട് പറയുന്നു, നമുക്ക് നിയമം ഒരുമിച്ച് പഠിക്കാം. ദൈവത്തിൻ്റെ വചനം ജീവനും കൃപയും നൽകാനായി അവരോട് സംസാരിക്കുന്നു. പിതാവും കർത്താവുമായവൻ്റെ ഒന്നാമത്തെ വചനം ഇതാകുന്നു, നിന്റെ ദൈവമാകുന്ന കർത്താവ് ഞാനാകുന്നു. ദൈവിക സ്വരം ഈ വാക്ക് ഉച്ചരിക്കാത്തതായോ ദൈവിക വിരൽ ഈ വാക്ക് എഴുതാത്തതായോ ഒരു നിമിഷം പോലുമില്ല. എവിടെ? എല്ലായിടത്തും ഈ വാക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുല്ലും നക്ഷത്രവും വെള്ളവും അഗ്നിയും രോമവും ഭക്ഷണവും പ്രകാശവും അന്ധകാരവും എല്ലാം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ശബ്ദം അത് വിളിച്ചു പറയുന്നു, ജലത്തിന്റെ കളകള ശബ്ദം അത് പാടുന്നു, പുഷ്പങ്ങളുടെ സൗരഭ്യത്തിന്റെ കൂടെ അത് സുഗന്ധം പരത്തുന്നു, പർവ്വതത്തിന്റെ മുകളിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, മനുഷ്യ മനസാക്ഷിയിൽ അത് മന്ത്രിക്കുന്നു, ഞാനാണ് നിന്റെ ദൈവമായ കർത്താവെന്ന്. ഒരിക്കലും ഈ വാക്ക് മറക്കാതിരിക്കൂ. ഈ വാക്കുകൾ കേൾക്കാതിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കരുത്, ചെവികൾ അടയ്ക്കരുത്, മനസാക്ഷിയെ ശ്വാസം മുട്ടിക്കരുത്. നീ ആർത്തിയോടെ ചുംബിക്കുന്ന മാംസത്തിനോ അത്യാഗ്രഹത്തോടെ വിഴുങ്ങുന്ന ഭക്ഷണത്തിനോ, നീ വളരെ ലുപ്തുകാട്ടി സ്വരുക്കൂട്ടുന്ന ധനത്തിനോ, നീ മടിപിടിച്ച് ചുരുണ്ടുകൂടി കഴിയുന്ന കിടക്കയ്ക്കോ, നിന്റെ മൗനത്തിനോ അതിനെ നിശബ്ദമാക്കാൻ കഴിയുകയില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, നിന്നെ ഉപേക്ഷിക്കാത്ത കൂട്ടുകാരൻ. നിന്നെ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നവൻ ഞാനാകുന്നു. ആധ്യാത്മികമായി ഇന്ന് അത് നിവൃത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ മാതാപിതാക്കളെ വശീകരിച്ച് വഴിതെറ്റിച്ച വിഗ്രഹത്തിന്റെ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി കൃപാവരം ധരിപ്പിച്ച് തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഞാൻ ഗൗരവമായി പറയുന്നു, എന്റെ പക്കൽ വരുന്നവർക്ക് അത്യുന്നതനായവൻ പിതാവിന്റെ സ്നേഹവായ്പോടെ നേരിയ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ കഴിയും, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. വരൂ, നിങ്ങളുടെ ഹൃദയവും മുഖവും പ്രാർത്ഥനയും മനസ്സും കർത്താവിലേക്ക് തിരിക്കുക. ഈശോ പ്രസംഗം അവസാനിപ്പിച്ച് അനുഗ്രഹം നൽകിക്കൊണ്ട് നടന്നു പോകുന്നു. ഗുരുവേ, എന്നെ സുഖപ്പെടുത്തൂ, എനിക്ക് വലിയ വേദനയാണ്. കാല് പഴുത്ത് അറ്റുപോകുന്ന ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. ആദ്യം നിന്റെ ആത്മാവ് പരിഹാരം ചെയ്യണം. ഈശോ പറഞ്ഞു, ജോൺ ചെയ്തതുപോലെ എനിക്ക് മാമോദീസ നൽകൂ. എനിക്ക് അവന്റെ പക്കലേക്ക് പോകാൻ സാധിക്കുകയില്ല. വരൂ. ഈശോ പുൽത്തകിടികൾക്കപ്പുറത്ത് കാടുകൊണ്ട് കാണാൻ കഴിയാത്ത നദിയിലേക്ക് പോയി അവനെ സ്നാനപ്പെടുത്തുന്നു. കരയ്ക്ക് കയറുന്നതിനിടയ്ക്ക് പറയുന്നു, നിന്റെ വ്രണത്തിന്റെ കെട്ടുകൾ എടുത്തു മാറ്റുക. ആ മനുഷ്യൻ അതനുസരിക്കുന്നു. കാല് സുഖം പ്രാപിക്കുന്നു. ജനക്കൂട്ടം സന്തോഷപൂർവ്വം ആർപ്പ് വിളിക്കുന്നു. എല്ലാവർക്കും ജ്ഞാനസ്നാനം വേണം. നാളെ ആകട്ടെ. ഇപ്പോൾ നിങ്ങൾ പോവുക. നല്ലവരായിരിക്കണം കേട്ടോ. ഈശോ കടന്നു പോകുന്നു. കാരുണ്യമേ, എനിക്ക് ലജ്ജയാകുന്നു. ഒരു മനുഷ്യൻ ഓടിപ്പോകാൻ തുടങ്ങുന്നു. എന്റെ മകനെ, നീ എങ്ങോട്ടാണ് ഓടുന്നത്? വെളിച്ചത്തിന്റെ മുമ്പിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കത്തക്ക വിധം അത്രയധികം അന്ധകാരം നിന്റെ ഹൃദയത്തിലുണ്ടോ? പാവപ്രവൃത്തി തന്നെയായ എന്നെ ഭയപ്പെടത്തക്ക വിധം അത്രയധികം പാപം നീ ചെയ്തോ? നീ ദൈവത്തെ കൊന്നവനാണെങ്കിലും യഥാർത്ഥത്തിൽ അനുതാപമുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട, കരയാതിരിക്കൂ. അല്ലെങ്കിൽ വരൂ, നമുക്കൊരുമിച്ച് കരയാം. ഓടിപ്പോയ മനുഷ്യനെ ചേർത്ത് മുറുകെ പിടിച്ചുകൊണ്ട് പറയുന്നു, ഒരു നിമിഷം അവനെ ഒന്ന് ആശ്വസിപ്പിച്ചു കൊള്ളട്ടെ. വീടിനകത്തേക്ക് നടന്ന് ഈശോ പറയുന്നു, മകനെ, നീ എന്താണ് ചെയ്തത്? ആ മനുഷ്യൻ മുട്ടിന്മേൽ നിന്ന് കൈ രണ്ടും നീട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറയുന്നു, ഞാൻ എൻ്റെ അമ്മയെയും സഹോദരനെയും കൊന്നു. അപ്പന്റെ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടുന്നതിനും സ്ത്രീകളുമായി സുഖിക്കുന്നതിനുമാണ് ഇവയെല്ലാം ചെയ്തത്. അപ്പോൾ മുതൽ എനിക്ക് സമാധാനമില്ലാതായി. എൻ്റെ ഭക്ഷണം രക്തമായി, എൻ്റെ ഉറക്കം പേടി സ്വപ്നങ്ങളായി, എൻ്റെ നാശം. ശപിക്കാതിരിക്കൂ, ഞാൻ നിന്നെ ശപിക്കുന്നില്ലല്ലോ. ഈശോ പറഞ്ഞു, നീ എന്നെ ശപിക്കുന്നില്ലയോ? ഇല്ല, ഞാൻ കരയുകയാണ്. നിന്റെ പാപം എൻ്റെ മേൽ വയ്ക്കുക. ഇല്ല, ഞാൻ കരയുകയാണ്. നിന്റെ പാപം എൻ്റെ മേൽ വയ്ക്കുകയാണ്.
അത് എത്ര ഭാരമുള്ളതാണ്. എൻ്റെ കൈകാലുകൾ തകർക്കുന്നു. അത് എന്നിലേക്ക് വഹിച്ച് അത് ഞാൻ ദഹിപ്പിക്കുകയാണ്. എന്നിട്ട് നിനക്ക് ഞാൻ പാപപ്രവൃത്തി നൽകുന്നു. കരഞ്ഞുകൊണ്ട് മുട്ടിന്മേൽ നിൽക്കുന്ന ആ മനുഷ്യന്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു, പിതാവേ, എൻ്റെ രക്തം ഇവനു വേണ്ടി കൂടിയാണ് ചിന്തപ്പെടാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ഇതാ എൻ്റെ കണ്ണീരും പ്രാർത്ഥനയും. പിതാവേ, ഇവൻ അനുതപിക്കുന്നതിനാൽ ഇവനോട് ക്ഷമിക്കണമേ. അനന്തരം കുനിഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് പറയുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രായശ്ചിത്തത്തിന്റെ ഒരു ജീവിതം വഴിയായി നിന്റെ പാപത്തിന്റെ കടങ്ങൾ അവശേഷിക്കുന്നവ പരിഹരിക്കുവാൻ നീ തന്നെ പരിശ്രമിക്കുക. ദൈവം എന്നോട് ക്ഷമിച്ചു അല്ലേ? എൻ്റെ അമ്മ ക്ഷമിച്ചോ? എൻ്റെ സഹോദരൻ ക്ഷമിച്ചിട്ടുണ്ടോ? ദൈവം ക്ഷമിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുന്നു. പോയിക്കൊള്ളുക. ഇനിയും പാപം ചെയ്യരുത്. എല്ലാം അവസാനിച്ചു. ഈശോ വീട്ടിലേക്ക് ചെന്നു. ശിഷ്യന്മാർ ഈശോയുടെ ചുറ്റും കൂടുകയാണ്. പത്രോസ് ചോദിക്കുന്നു, ആ വീടിന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയ ആൾക്ക് എന്തു പറ്റിയതാണ്? അയാൾക്ക് വിശുദ്ധീകരണം ആവശ്യമായിരുന്നു. ജലം കൊണ്ട് അയാളെ വിശുദ്ധീകരിക്കുന്നില്ലേ? കണ്ണീരും ജലമാണല്ലോ. അവന്റെ ശേഷിച്ചകാലം മുഴുവൻ പ്രായശ്ചിത്തം ചെയ്യുവാൻ ഞാൻ വിട്ട സ്ഥലത്തേക്ക് അയാൾ പോയി. ഇന്ന് അത്ഭുതം ചെയ്തതിനാൽ ഇനി എത്രയധികം ആളുകൾ വരുമായിരിക്കും. ശരിയാണ്, ഞാൻ തനിച്ചെല്ലാം ചെയ്താൽ എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുകയില്ല. ഇനി മാമോദീസ നൽകുന്നത് നിങ്ങളായിരിക്കും. ഞാൻ പ്രസംഗിക്കുകയും രോഗികളും പാപികളുമായവരെ സുഖപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ മാമോദീസ നൽകാനോ? ഓ, എനിക്ക് അതിന് യോഗ്യതയില്ല. ഈ ദൗത്യത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരണമേ. ഞാൻ ആ പുകക്കുഴലിനേക്കാൾ കറുത്തതായിരിക്കെ ഞാൻ എങ്ങനെ മാമോദീസ നൽകും? മുട്ടിൽമേൽ നിൽക്കുന്ന പത്രോസിന്റെ ആത്മാർത്ഥമായ എളിമ കണ്ട് ഈശോ പുഞ്ചിരി തൂകുന്നു. മാമോദീസ ആദ്യം നൽകുന്നത് നീ ആയിരിക്കും നാളെ തുടങ്ങി. ഈശോ പറയുന്നു, ഗുരുവേ, അങ്ങ് ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞിരുന്നു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കാമെന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേലകൾ ചെയ്യാൻ ഞങ്ങൾ അർഹരാകുമെന്നാണ്. പത്രോസ് പറയുന്നു, അന്ന് ഞാൻ ഇങ്ങനെയും കൂടി പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം. അന്ന് ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് വേണ്ടത്ര പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം. എൻ്റെ പ്രാർത്ഥന ഞാൻ തന്നിട്ട് പോകാം. എന്നാൽ അതിരങ്ങൾ കൊണ്ട് മാത്രമാണ് പറയുന്നതെങ്കിൽ അതും ഒരു പ്രാർത്ഥനയാകില്ല. തൽക്കാലത്തേക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ടും ആത്മാക്കൾ കൊണ്ടും ദൈവത്തിലേക്ക് തിരിയുക. ദൈവം മനുഷ്യന് നൽകുന്നതും മനുഷ്യൻ ദൈവത്തിന് സമർപ്പിക്കുന്നതുമായ ഒരു സമ്മാനമാണ് പ്രാർത്ഥന. എന്ത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലേ? ഇസ്രായേൽ മുഴുവനും പ്രാർത്ഥിക്കുന്നുണ്ട്. യൂദാസ്കറിയാത്ത പറയുന്നു, അതേ യൂദാസേ, എന്നാൽ അവളുടെ പ്രവർത്തനങ്ങളിൽ നിന്നെ അറിയാം. ഇസ്രായേൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. അതേ യൂദാസേ, എന്നാൽ അവളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അറിയാം ഇസ്രായേൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. നിങ്ങളെ വഞ്ചിതരാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുറമേ പ്രാർത്ഥനയുടെ ഭാവം കാണിക്കുകയും ആന്തരികമായി നന്മയ്ക്കെതിരായിരിക്കുകയും ചെയ്യുന്നവർ വഞ്ചകരാണ്. യോഹന്നാൻ പറയുന്നു, നമ്മൾ എന്താണെന്ന് അവനറിയാം, അതിനാൽ നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഓരോ ദിവസവും അങ്ങയെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ഞങ്ങൾക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വഞ്ചകരാണ്. നമ്മൾ എന്താണെന്നറിയുന്ന നമ്മളോട് തന്നെയും ദൈവത്തോടും വഞ്ചന കാണിക്കുകയായിരിക്കും. എന്നാൽ നമ്മൾ ഇങ്ങനെ പറയണം, ഞങ്ങൾ ബലഹീനരും പാപികളുമാണ്. പാപപ്രവൃത്തിയും അങ്ങേ ശക്തിയും നൽകി ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് നമ്മെ ശുദ്ധീകരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ ജോണേ, കാരണം നിന്റെ അധരങ്ങൾ വഴി സത്യം സംസാരിക്കുന്നു. ഈശോ ഒരു ഇരുണ്ട മൂലയിൽ ഇരുന്ന് സംസാരിച്ച ജോണിനെ അനുഗ്രഹിക്കുന്നു. മറ്റു ശിഷ്യരെയും അനുഗ്രഹിക്കുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 98. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്, എന്റെ സന്നിധിയിൽ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കരുത്. ഈശോ കാലിയായ പുൽത്തൊട്ടിയിൽ ചാരി നിന്ന് സംസാരിക്കുന്നു. ഒന്നാം നിരയിൽ രോഗികളുണ്ട്. ദൈവം തന്റെ കണ്ണുകളും സ്വരവും കൊണ്ട് എല്ലായിടത്തും സന്നിഹിതനാണ്. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും അവന്റെ സാന്നിധ്യത്തിലാണ്.
ജീവിതത്തിലും മരണത്തിലും എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കൂട്ടായ്മയുടെ മഹത്വമേറിയ പ്രഭയാൽ ആശ്വസിപ്പിക്കപ്പെടും. നന്മ ചെയ്യുന്ന ഒരാളുടെ ചിന്താഗതി ഇതാണ്. എന്നാൽ വിഗ്രഹാരാധന വിലക്കപ്പെട്ട കാര്യമാണെന്ന് തിന്മ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? എന്തുകൊണ്ട് അവർ ഇങ്ങനെ പറയുന്നില്ല? പരിശുദ്ധമായ ഒരു ആരാധനയാണെന്ന ഭാവത്തിൽ ഞാൻ കള്ളദേവന്മാരെ ആരാധിക്കുമ്പോൾ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്ത, എന്നാൽ ദൈവത്തിന് അറിയാവുന്ന ഒരൾത്താര ഞാൻ അവർക്കായി പണിതിട്ടുണ്ടെന്ന് ദൈവം കാണുന്നുവല്ലോ. എങ്കിലും സത്യദൈവത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കള്ളദേവന്മാർക്കായി മനുഷ്യൻ ചെയ്യുന്നു. ഒരുവൻ സ്ത്രീകൾക്കായി അൾത്താര പണിയുമ്പോൾ അവൻ സ്വർണത്തിനായി പൂജയൊരുക്കുന്നത്. ഒരാൾക്ക് അധികാരം, വേറൊരാൾക്ക് ശാസ്ത്രം, ഒരുവന് യുദ്ധത്തിൽ വിജയം. ഒരാൾ ശക്തനായ ഒരുവനെ പൂജിക്കുന്നു, വേറൊരാൾ തന്നെ പൂജിച്ചുകൊണ്ട് പറയുന്നു, എന്നെപ്പോലെ വേറൊരുത്തരുമില്ല. ദൈവത്തിൻ്റെ ആളുകളായവരുടെ ദേവന്മാർ ഇതെല്ലാമാണ്. മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന അജ്ഞാനികളെ കൊണ്ട് വിസ്മയിക്കേണ്ട. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രയെത്ര മൃഗങ്ങളെ, ഇഴജന്തുക്കളെ, കെട്ടുപോയ എത്ര നക്ഷത്രങ്ങളെ നിങ്ങൾ പൂജിക്കുന്നു. മറ്റുള്ളവരെ പുകഴ്ത്തി കള്ളം പറയുന്നു. പ്രതികാരം, കള്ളക്കച്ചവടം, വ്യഭിചാരം, വേശ്യാവൃത്തി ഇവയെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുന്നു. ജഡികാസക്തി, അത്യാഗ്രഹം, ദുഷ്ടത എന്നീ അശുദ്ധ ദേവന്മാർക്കുള്ള പൂജയല്ലേ അതെല്ലാം? ഏകനും നിത്യനുമായ സത്യദൈവത്തെ അല്ലാതെ വേറൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ ഭവനം അവന് തിരിച്ചു കൊടുക്കുക. അവന്റെ വസതി കല്ലുകൊണ്ട് പണിതിരിക്കുന്ന കെട്ടിടങ്ങളല്ല, പിന്നെയോ മനുഷ്യ ഹൃദയങ്ങളാണ്. അതിന്റെ കവാടം കഴുകി വൃത്തിയാക്കുക. ഉപയോഗമില്ലാത്തതും പാപകരമായിട്ടുള്ളതുമായ എല്ലാ അലങ്കാരങ്ങളും അതിനുള്ളിൽ നിന്ന് നീക്കം ചെയ്യുക. ദൈവം മാത്രം, അവൻ സർവവുമാണ്. ദൈവം വസിക്കുന്ന ഓരോ മനുഷ്യഹൃദയവും പറുദീസയേക്കാൾ ഒട്ടും താണതല്ല. ഓരോ ഹൃദയവും സ്വർഗമാക്കുക. അത്യുന്നതനുമായി ഒരുമിച്ച് വസിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ നിത്യമായ ഭാവി ജീവിതത്തിൽ അത് ശക്തിയും ആനന്ദവും തരുന്നതായിരിക്കും. നിങ്ങളുടെ നിത്യമായ ഭാവി ജീവിതത്തിൽ അത് ശക്തിയിലും ആനന്ദത്തിലും വളർന്നു വരും. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു, ഇപ്പോൾ മുതൽ നിങ്ങൾ നന്മയെ അനുഗമിക്കുകയാണെങ്കിൽ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അനന്തരം ഈശോ രോഗികളുടെ സമീപത്തേക്ക് പോകുന്നു. ഒരു സ്ത്രീ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന അന്ധനായ ഒരു മനുഷ്യൻ, ശരീരമാകെ വ്രണമുള്ള ഒരു കുട്ടി, മഞ്ഞപ്പിത്തം വന്ന് വിളറിയിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു മഞ്ചലിൽ ചുമന്നുകൊണ്ടുവന്നിരിക്കുന്ന രോഗിയായ ഒരു മനുഷ്യൻ. ഈശോ കുട്ടിയെയും അന്ധനെയും മഞ്ഞിച്ചിരിക്കുന്ന സ്ത്രീയെയും കൈകൊണ്ട് തൊടുന്നു. തളർവാദ രോഗിയോട് എനിക്കിത് വേണമെന്ന് പറയുന്നു. എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നു. സ്ഥലത്താകെ ഒരു ബഹളം. ചിലർ സംഭവിച്ചതെല്ലാം കാണുവാൻ തിക്കിത്തിരക്കുന്നു. ഈശോയെ അവർ ഞെരിച്ചു കളയുമെന്ന് തോന്നുന്നു. പത്രോസും കൂട്ടരും വന്ന് ഈശോയെ മോചിപ്പിച്ച് വെളിയിൽ കൊണ്ടുവരുന്നു. ആളുകൾക്ക് ലക്കില്ല, മര്യാദ കെട്ടവർ. സാരമില്ല, അവർക്ക് സന്തോഷമായി പോയി. ഈശോ പറയുന്നു, എനിക്കും സന്തോഷമായിരിക്കുന്നു. മാമോദീസ ആവശ്യമുള്ളവരുടെ പക്കലേക്ക് പോകൂ. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 99. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് എൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഈശോ ശിഷ്യന്മാരുടെ കൂടെയില്ല. ശിഷ്യന്മാരെല്ലാം വളരെ അസ്വസ്ഥരാണ്. കാരണം ഹെറോദസിന്റെ സഹോദരനായ ഉപരാജാവ് മനയേൻ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഈശോയെ കേൾക്കാനെത്തിയവരിൽ ഒരാളായാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ശിഷ്യർ അയാളെ മനസ്സിലാക്കി. അവർക്ക് വേറൊരു അസ്വസ്ഥയ്ക്ക് കാരണവുമുണ്ട്. ബethനിയയിൽ നിന്ന് വന്നത് മുതൽ മൂടുപടം അണിഞ്ഞ ഒരു സ്ത്രീ ഈശോയുടെ വചനം കേൾക്കുന്നവരുടെ കൂടെ എല്ലാവരുടെയും പിന്നിലായി വന്നിരിപ്പുണ്ട്. അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല, ഒരനുഗ്രഹവും യാചിക്കുന്നില്ല. അത് ആരാണെന്നറിയാൻ ശിഷ്യന്മാർക്ക് ആഗ്രഹം. ബethനി മുതൽ അവൾ അവരെ പിന്തുടരുന്നു എന്നവർക്ക് മനസ്സിലായി. അവൾ മൂടുപടം അണിഞ്ഞിരിക്കുന്നെങ്കിലും ആകാരത്തിൽ നിന്ന് യുവതിയാണെന്ന് മനസ്സിലായി. അവൾ കുഷ്ഠരോഗിയാണോ, വേശ്യയാണോ, ചാരവൃത്തി ചെയ്യുകയാണോ? ഇതൊക്കെയാണ് അവരുടെ സംശയങ്ങൾ. പ്രത്യേകിച്ച് യൂദാസിന് ജിജ്ഞാസ വളരെ കൂടുതലാണ്. ഗുരുവിന് അവളെക്കുറിച്ച് മനസ്സിലായോ? ഗുരുവിന് എല്ലാം അറിയാമല്ലോ. ഗുരുവിനോട് ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും അതേക്കുറിച്ച് ബുദ്ധിമുട്ടേണ്ട, അൽഫേസിന്റെ മകൻ ജെയിംസ് പറയുന്നു.
എൻ്റെ സഹോദരൻ ഇന്നലെ അവളെ കണ്ടു. ആന്ത്രോസ് ഈശോയോട് ഇവളെപ്പറ്റി ചോദിച്ചു. ഈശോ മറുപടി പറഞ്ഞതിങ്ങനെയാണ്: അവൾക്കൊരു മുഖമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരാത്മാവ് മാത്രമാണവൾ. എല്ലാവർക്കും അവൾ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളത് വളരെ തറപ്പിച്ചാണ് ഈശോ പറഞ്ഞത്. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇക്കാര്യം ആരും അന്വേഷിക്കണ്ട എന്ന് ജെയിംസ് പറയുന്നു. ഈശോ ജോണുമായി കയറി വന്നപ്പോൾ എല്ലാവരും മനയനെക്കുറിച്ചുള്ള ആകാംക്ഷ അറിയിക്കുന്നു. മനയൻ വന്നതുകൊണ്ട് എന്ത് ഉപദ്രവമാണുള്ളത്? ഹെരോദസിന്റെ ഒരു ബന്ധുവിന് സത്യദൈവത്തിനായി ദാഹിച്ചുകൂടെ? എൻ്റെ വാക്ക് വിശ്വസിക്കൂ, ആ മനുഷ്യനും പരമാർത്ഥമായ ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്, ഈശോ പറയുന്നു. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവൻ സ്വയം പരിചയപ്പെടുത്താത്തത്? ശിഷ്യന്മാരെല്ലാവരും കൂടി ചോദിക്കുന്നു. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. അവൻ മൗനമായിരിക്കുന്നതിന്റെ അർത്ഥം ദൈവവചനത്തിന്റെ മുമ്പിൽ ഒരു രാജാവുമായുള്ള ബന്ധം ഒന്നുമല്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. ആരാണ് അയച്ചത്? ഹെരോദസോ? യോഹന്നാൻ ജയിലിലായിരുന്നപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കൂസ വഴിയും പ്രീശരുടെ വിരോധം വഴിയും ജനങ്ങൾ വഴിയും വൃക്ഷങ്ങളിലെ ഇലകളും വായുവും എന്നെക്കുറിച്ച് സംസാരിക്കുന്നു. ഈശോ എന്ന് പറയാൻ ഭൂമി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകൂ, മറ്റുള്ളവരോട് എന്ന പോലെ അയാളോടും കരുണയോടെ പെരുമാറുക. ജനങ്ങളെത്തി ഈശോയെ കാത്തിരിക്കുന്നു. ഈശോ നടന്നു എന്ന് പ്രസംഗം ആരംഭിക്കുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെ. സമാധാനത്തോടുകൂടി പ്രകാശവും പരിശുദ്ധിയും നിങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. എൻ്റെ നാമം വെറുതെ ഉപയോഗിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് അത് വൃഥ ഉപയോഗിക്കുന്നത്? ഒരു പിതാവ് മകനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമായി ചെയ്യുമ്പോൾ മകൻ ഞാൻ പിതാവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ കഴിയുമോ? അപ്പ അപ്പ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഒരുവൻ പിതാവിനെ സ്നേഹിക്കുന്നില്ല. ദൈവമേ ദൈവമേ എന്ന് പറയുന്നത് കൊണ്ട് ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കളുടെ ഹൃദയങ്ങളിൽ രഹസ്യമായി ധാരാളം വിഗ്രഹങ്ങളുണ്ട്. അതുപോലെ കപടമായ ദൈവസ്തുതികളുമുണ്ട്. സ്തുതിക്കുന്നവരുടെ പ്രവൃത്തികൾ സ്തുതികൾക്ക് ചേരുന്നില്ല. വളരെ ബാലിശമായ അഹങ്കാരവും ഇസ്രായേലിനുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ നാമം അജ്ഞാനികൾ ഉപയോഗിച്ചാൽ അത് ആണയിടലായി പരിഗണിക്കുന്നു. പുറം ജാതികൾ ദൈവത്തെ സമീപിക്കുന്നത് ദൈവനിന്ദയായി കരുതി അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇസ്രായേലിന്റെ ദൈവം. ഞാൻ ഗൗരവമായി പറയുന്നു, അശുദ്ധമായ ആത്മാവോടെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്ന ഇസ്രായേൽക്കാരനാണ് പൂർണ്ണമായി ദേവാലയത്തെ അശുദ്ധമാക്കി ദൈവത്തെ നിന്ദിക്കുന്നത്. കപടഭക്തനായ ഒരാൾ ദൈവത്തെ വിളിക്കുന്നതും അനുതാപമില്ലാത്ത ഒരാൾ ആ നാമം ഉപയോഗിക്കുന്നതും വൃഥാവിലായിരിക്കും. നിങ്ങളിൽ വളരെ പേരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഉള്ള വിചാരം ഞാൻ വായിക്കുന്നു. എല്ലാ മനുഷ്യരിലും കുട്ടികളിലൊഴികെ അശുദ്ധിയും പാപവും ഉള്ളതുകൊണ്ട് ഒരുത്തർക്കും ദൈവനാമം ഉച്ചരിക്കാൻ കഴിയുകയില്ലല്ലോ. അത് ശരിയല്ല. ആ നാമം വിളിക്കേണ്ടത് പാപികളാണ്. സാത്താൻ തങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവരും പാപത്തിൽ നിന്നും പ്രലോഭനത്തിൽ നിന്നും സ്വതന്ത്രരാകാൻ ആഗ്രഹിക്കുന്നവരും ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, കർത്താവ് ഏദനിൽ നടക്കാതിരുന്ന സമയത്താണ് സർപ്പം ഹവ്വായെ പരീക്ഷിച്ചതെന്നാണ്. ദൈവം ഏദനിൽ ഉണ്ടായിരുന്നെങ്കിൽ സാത്താൻ അവിടെ എത്തുമായിരുന്നില്ല. ഹവ്വ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിരുന്നെങ്കിൽ സാത്താൻ ഓടിപ്പോകുമായിരുന്നു. എപ്പോഴും ഇക്കാര്യം ഓർത്തുകൊള്ളണം. കർത്താവിനെ ആത്മാർത്ഥതയോടെ വിളിക്കണം. ആ നാമം രക്ഷയാണ്. നിങ്ങൾ അനേകം പേർ ശുദ്ധീകരണത്തിനായി നദിയിൽ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കൂ. അതിനായി ദൈവം എന്ന വാക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തോടെ എഴുതൂ. ദൈവം എന്ന നാമം ഹൃദയം കൊണ്ടും നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വം കൊണ്ടും പറയുക. ഒറ്റപ്പെടാതിരിക്കാൻ ആ നാമം ആവർത്തിച്ചു പറയുക. സഹായം ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. പാപപ്രതി ലഭിക്കുന്നതിനായി ആ നാമം ആവർത്തിച്ചുരുവിടുക. സീനായിലെ ദൈവം എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. ദൈവം എന്ന വാക്ക് പറയുമ്പോൾ നന്മയിലേക്ക് വരുന്ന ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവനാമം വൃഥ ഉപയോഗിക്കലാണ്. അപ്പോൾ അത് പാപവുമാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലെ ദിവസത്തിലെ എല്ലാ മിനിറ്റിലും എല്ലാ പ്രവൃത്തികളിലും എല്ലാ ആവശ്യങ്ങളിലും പ്രലോഭനങ്ങളിലും ദുഃഖത്തിലും പുത്രനിർവിശേഷമായ സ്നേഹത്തോടെ എന്റെ ദൈവമേ വരൂ എന്ന് നിങ്ങളുടെ അധരങ്ങൾ ഉരുവിടുന്നെങ്കിൽ
അത് ദൈവനാമം വെറുതെ ഉപയോഗിക്കലല്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഉപയോഗിക്കുന്നത് പാപമല്ല. ഇന്ന് രോഗികളായ ആരുമില്ല. ചിലരെല്ലാം ശുദ്ധീകരണത്തിനായി പോകുന്നു. ചിലരെല്ലാം തങ്ങളുടെ കഴുതകളിന്മേൽ യാത്രയായി. വയലുകൾ കടന്ന് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് അനേകർ യാത്രയായി. കറുത്ത നിറമുള്ള മേലങ്കി ധരിച്ച ആ മനുഷ്യനും മനയനും എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാത്തതുപോലെ സ്വന്തം കുതിരയുടെ അടുത്തേക്ക് പോകുന്നു. ഒരു സുന്ദരൻ വെള്ളക്കുതിര കല്ലുകൾ പതിച്ച അലങ്കൃതമായ ജീനിയുടെ അടിയിൽ ചുവപ്പ് ചമയം താണുകിടക്കുന്നു. അല്പം നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അയാളുടെ അടുത്തേക്ക് പോകുന്നു. നേരം ഇരുട്ടാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ഉറങ്ങാൻ സ്ഥലമുണ്ടോ? നീ ദൂരെ നിന്നാണോ വരുന്നത്? അയാൾ പറയുന്നു, വളരെ ദൂരെ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ പോയിക്കൊള്ളാം. ഗ്രാമത്തിലേക്ക് പോകും. അവിടെ കിട്ടിയില്ലെങ്കിൽ ജെറീക്കോയിലേക്ക്. എന്റെ അകമ്പടിക്കാരെ ഞാൻ അവിടെ വിട്ടിട്ട് പോകുന്നു. കാരണം എനിക്കവരെ വിശ്വാസമില്ല. വേണ്ട, പോകേണ്ട. എന്റെ കിടക്ക ഞാൻ തരാം. അത് തയ്യാറാക്കിയിട്ടുണ്ട്. നിനക്ക് ഭക്ഷണം വല്ലതുമുണ്ടോ? ഇല്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇതിലും സൗകര്യമുള്ള സ്ഥലത്തായിരിക്കുമെന്നാണ്. ഇവിടെ ഒന്നിനും കുറവില്ല. ഈശോ പറയുന്നു. ഒന്നുമില്ലേ? ഹെരോദോസിനുള്ള വിരോധത്തിനും ഞാൻ ഏത് മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയോ? എന്നെ അന്വേഷിക്കുന്നവർക്ക് ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, ദൈവനാമത്തിൽ സഹോദരന്മാർ. ഈശോ പറയുന്നു, വരൂ, അപ്പം നമുക്ക് പങ്കുവെക്കാം. കുതിരയെ വലിയ മുറിയിലാക്കാം. ഭക്ഷണം ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം വിശ്രമിക്കുന്നിടത്ത് എന്റെ അശുദ്ധമായ ശരീരം വിശ്രമിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ആ വലിയ മുറിയിൽ വിശ്രമിച്ചുകൊള്ളാം. ഞാൻ പരിശുദ്ധനാണെന്ന് നീ വിചാരിക്കുന്നുവോ? ഈശോ ചോദിക്കുന്നു. സ്നാപകൻ കൂസ, നിന്റെ പ്രവർത്തികൾ, വാക്കുകൾ, സമുദ്രത്തിന്റെ ശബ്ദം ചിപ്പിയിൽ മൃദുവായി കേൾക്കുന്നത് പോലെ രാജകൊട്ടാരം മുഴുവൻ അത് മുഴങ്ങിക്കേൾക്കുന്നു. ഞാൻ സ്നാപകന്റെ പക്കൽ പോകുമായിരുന്നു. പിന്നീട് അതെനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ എന്നോട് പറഞ്ഞിരുന്നു, എന്നേക്കാൾ വലിയവനായ ഒരുവൻ നിന്നെ സ്വീകരിക്കും, നിന്നെ ഉയർത്തും. അത് നീ മാത്രമാകാനേ തരമുള്ളൂ. നീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നു. ഈശോ ശിഷ്യരോട് പറയുന്നു, ദൈവനാമത്തിൽ അഭയം അന്വേഷിക്കുന്ന ഒരു തീർത്ഥാടകനാണ്. ദൈവനാമത്തിൽ ഒരു സ്നേഹിതനായ ഇയാളെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നു. ഇത് എത്ര ധാരാളമായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെയും സൈമന്റെയും കൂടെ അടുക്കളയിലേക്ക് പോകുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 100. നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇന്ന് 300 ആളുകളുണ്ടെന്ന് തോന്നുന്നു ഷെഡിനുള്ളിൽ. മുടന്തന്മാർ, അന്ധർ, മൂകർ, തല മുതൽ കാല് വരെ വിറയ്ക്കുന്ന ഒരു മനുഷ്യൻ, തല വലുതായിട്ടുള്ള ഒരു യുവാവ്, അയാളുടെ കയ്യിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. ബുദ്ധിയുടെ യാതൊരു ലക്ഷണവുമില്ലാത്ത ആ വലിയ തല ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഈശോ രോഗികളുടെ പക്കലേക്ക് പോകുന്നു. ബർത്തലോമിയായും മാത്യുവും സ്നാനം നൽകുന്നതിനായി ആളുകളുമായി നദിയിലേക്ക് പോകുന്നു. ഈശോ രോഗികളെ എല്ലാം സുഖപ്പെടുത്തുന്നു. ബുദ്ധിയില്ലാത്ത ആ യുവാവിലേക്ക് ബുദ്ധി പ്രവേശിപ്പിക്കുന്നത് എത്ര ഇമ്പകരം! ഈശോ തന്റെ ദീർഘകരങ്ങളിൽ അവന്റെ വലിയ തല പിടിച്ചുകൊണ്ട് ബുദ്ധി അതിലേക്ക് നിശ്വസിക്കുന്നു. അതിനുശേഷം സംസാരിക്കുന്നു. ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ എന്നേക്കും ജീവിക്കാനും എന്നും ഞാൻ കൂട്ടിച്ചേർക്കുന്നു. മാതാപിതാക്കൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിലെ ഹ്രസ്വജീവിതം മതിയായ ശിക്ഷ ആയിരിക്കുകയില്ല. മാതാപിതാക്കൾക്കെതിരെ തെറ്റ് ചെയ്യുന്നവർ ദൈവത്തിന് അപ്രീതി വരുത്തുന്നു. കാരണം മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അവരെ സ്നേഹിക്കാത്തവർ പാപം ചെയ്യുന്നു. അങ്ങനെ യഥാർത്ഥ ജീവിതം അവൻ നഷ്ടപ്പെടുത്തുന്നു. അവന്റെ ആത്മാവിൽ നിന്ന് കൃപാവരം നഷ്ടപ്പെടുന്നു. ദൈവസ്നേഹം കഴിഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തെ അവൻ ധിക്കരിച്ചിരിക്കുന്നു. ചീത്തയായ മകൻ അവിശ്വസ്തനായ ഭർത്താവായിത്തീരുന്നു. അങ്ങനെയുള്ളവരാണ് കള്ളന്മാരും കൊലപാതകളുമായി തീരുന്നത്. എല്ലാം നന്ദിയോടെ വീക്ഷിച്ച് സ്വന്തം ജഡിക സന്തോഷം മാത്രം തേടുന്നവരായിത്തീരുന്നത്. എല്ലാം നിന്നയോടെ വീക്ഷിച്ച് സ്വന്തം ജഡിക സന്തോഷം മാത്രം നേടുന്നവരായിത്തീരുന്നത്. അമ്മയുടെ സ്നേഹത്തെ വഞ്ചിക്കുകയും പിതാവിന്റെ നരച്ച മുടിയെ അവഹേളിക്കുകയും ചെയ്യുന്നവനെ വിശ്വസിക്കാൻ കഴിയുമോ? എന്നാൽ അല്പം കൂടെ ശ്രദ്ധിക്കൂ. കുട്ടികളുടെ ചുമതലകൾ പോലെ മാതാപിതാക്കൾക്കും ചുമതലകളുണ്ട്. കുട്ടികൾ നിങ്ങളെ വിമർശിക്കാനിടയാക്കരുത്. മക്കളോട് നിങ്ങൾ കാണിക്കുന്ന നീതിയും കാരുണ്യവും നിമിത്തം അവർ നിങ്ങളെ സ്നേഹിക്കാനിടയാകണം. ദൈവം കാരുണ്യമാണ്. ദൈവം കഴിഞ്ഞാൽ 2ാം സ്ഥാനമുള്ള നിങ്ങളും കാരുണ്യമായിരിക്കണം, മാതൃകയും ആശ്വാസവുമായിരിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണു പോയ ഒരു സാധനം ആരെങ്കിലും എടുത്തു തരികയോ
നമുക്ക് കഴിക്കാൻ അല്പം ആഹാരം തരികയോ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നോ വളരെ ഉപകാരമെന്നോ നമ്മൾ പറയും. അപ്പോൾ നമുക്ക് ഭക്ഷണം നേടാനായി ജോലി ചെയ്ത് പുറം പൊട്ടിക്കുന്നവരോട്, പിതാക്കന്മാരോട് വളരെ ഉപകാരമെന്നോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ടതല്ലേ? നമുക്ക് വേണ്ടി പാടുപെടുന്ന, വിശ്രമമില്ലാതെ നമ്മെ ശുശ്രൂഷിക്കുന്ന അമ്മമാരോട് സ്നേഹപൂർവ്വം പെരുമാറേണ്ടതല്ലേ? ഈ വിഷയത്തെക്കുറിച്ച് ശരിക്കും പൂർണ്ണമായി സംസാരിക്കണമെങ്കിൽ ഒരു രാത്രിയും പകലും മതിയാകുകയില്ല. ഞാൻ വിത്ത് വിതച്ച് കടന്നു പോകുന്നു, ബാക്കി വിത്തിനായ അരൂപി നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഈശോ പ്രസംഗം നിർത്തുന്നു. ഈശോ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചതേയുള്ളൂ. അപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്നു. അന്ത്രയോസ് പുറത്തു പോയിട്ട് വന്ന് പറയുന്നു, കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അങ്ങയെ കാണുമെന്ന് പറയുന്നു. ഈശോ പുറത്തേക്ക് പോകുന്നു. ഗുരുവേ, എല്ലാ ശാരീരിക രോഗങ്ങളിലും ധാർമ്മിക രോഗങ്ങളിലും സാത്താനുണ്ടെന്ന് നീ പറയുന്നുവല്ലോ. ഹൃദയരോഗമുള്ള ഒരു മകൻ എനിക്കുണ്ട്. നീ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞത് അവൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ആശിക്കുകയായിരുന്നു. അവൻ എനിക്കൊരു പീഡനമായി തീർന്നിരിക്കുന്നു. ചീത്ത കൂട്ടുകാർ അവനെ വഴിതിരിച്ചു. തൽക്കാലം അവൻ വീട്ടിലുണ്ട്, എന്നാൽ എപ്പോഴും വഴക്കും ധാർഷ്ട്യവുമാണ്. അവന്റെ യുവത്വം കാമക്രീഡകളിലും ജഡികാസക്തിയിലും നശിക്കുന്നു. എന്റെ ഭർത്താവ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുന്നു. ഞാൻ അവന്റെ അമ്മയല്ലേ? ഞാൻ ചങ്കുപൊട്ടി മരിക്കുകയാണ്. എന്റെ ദൈവമേ, ഞാൻ നിന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. ഇനിയും കരയേണ്ട. അവന്റെ രോഗത്തിൽ നിന്ന് അവന് മോചനം ലഭിക്കും. പക്ഷേ അവൻ ഒരിക്കലും അങ്ങയെ കേൾക്കില്ല. അവനു വേണ്ടി നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? അവനു വേണ്ടി നിനക്കെന്നെ ആവശ്യമുണ്ടോ? അങ്ങ് മലമുകളിലുള്ള പെരയായിൽ നിന്ന് വന്നിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവൾ പറയുന്നു. എങ്കിൽ നീ വീട്ടിൽ പൊയ്ക്കൊള്ളുക. നീ വീട്ടിലെത്തുമ്പോൾ മകൻ ഇറങ്ങി വന്ന് നിന്നെ സ്വീകരിക്കും. നീ ഒരു ദിവസം നിങ്ങളുടെ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൂടെ ഞാൻ കടന്നു പോകും. അപ്പോൾ അഭിമാനമുള്ള ഒരമ്മയായി നീ മകനോടുകൂടെ എന്നെ കാണാൻ വരും. ആ സ്ത്രീ ഗ്രാമത്തിലുള്ള വഴിയിലൂടെ നടന്നു പോകുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 101. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നീ വ്യഭിചാരം ചെയ്യരുത്. പത്രോസ് ഇറക്കം കുറഞ്ഞ ഒരു വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. ചെരുപ്പില്ല. തലയിൽ ഒരു തുണി കെട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ കൂടെ നീന്തിക്കയറിയും ഇടയ്ക്ക് മഴ നനഞ്ഞും വളരെ സന്തോഷത്തോടുകൂടി രോഗികളെ സഹായിക്കുന്നു. അന്ത്രയോസിനോടും ജെയിംസിനോടും ചേർന്ന് അന്ധരെയും മുടന്തരെയും വളരെ സൂക്ഷ്മതയോടെ ഒരുമിച്ചാക്കുകയും ചെയ്യുന്നു. എല്ലാം ശാന്തമാകുന്നതിന് ഈശോ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കുന്നു. സ്പോഞ്ച് പോലെ നനഞ്ഞു കുതിർന്നിരിക്കുന്ന ശിഷ്യരെക്കുറിച്ച് ഈശോയ്ക്ക് സഹതാപം. ഈശോ ആരംഭിക്കുന്നു, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത്. ആരുടെ മുഖത്താണ് കാമാസക്തി കാണുന്നതെന്ന് ചുറ്റും നോക്കേണ്ട. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന നിന്റെ അയൽക്കാരന്റെ കണ്ണുകളിലോ വിവരണനായി തല താഴ്ത്തിയിരിക്കുന്ന അയാളുടെ നെറ്റിയിലോ അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. എന്നിട്ട് എന്നോട് പറയൂ, ലൈംഗിക തൃപ്തിയാകുന്ന അപ്പം, ചാരവും അമേദ്യവും കൂട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ അപ്പം രുചിച്ചിട്ടില്ലാത്ത ആരുണ്ട് നിങ്ങളിൽ? ഒരു വേശ്യയുടെ കരങ്ങളിൽ 1 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുന്നത് കാമാസക്തി കൊണ്ട് മാത്രമാണ്. നിന്റെ ഭാര്യയുമായുള്ള അശുദ്ധമാക്കപ്പെട്ട സംഗമവും കാമാസക്തിയല്ലേ? സംഭോഗത്തിന്റെ ഫലങ്ങൾ ഒഴിവാക്കുന്ന പരസ്പര ലൈംഗിക അനുഭവം ശരിയെന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന തിന്മയല്ലേ? അശുദ്ധമായ സംഗമമല്ലേ? വിവാഹത്തിന്റെ അർത്ഥം സന്താനോൽപാദനമാണ്. അതിന്റെ പ്രവൃത്തി സന്താന ഉൽപാദനമാണ് അർത്ഥമാക്കുന്നത്. അങ്ങനെ ആയിരിക്കുകയും വേണം. നിങ്ങളുടെ വിവാഹ കിടക്കകൾ വേശ്യാഗ്രഹങ്ങളാക്കരുത്. കാമാസക്തി കൊണ്ട് അതിനെ മലിനമാക്കുമ്പോൾ, മാതൃത്വം കൊണ്ടതിനെ അഭിഷേകം ചെയ്യാതിരിക്കുമ്പോൾ അത് വേശ്യാലയമായി തീരുകയാണ് ചെയ്യുന്നത്. അതിനാൽ മനഃപൂർവ്വം പന്തികളാകുന്ന സ്ത്രീകളെ, ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിയമാനുസൃതമായ നേരായ ഭാര്യമാരായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കണ്ണുകളിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഭർത്താവിനോട് ചേർന്നാണെങ്കിലും നിങ്ങൾ വ്യഭിചാരം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ മാതൃത്വം അന്വേഷിക്കുന്നില്ല. പലപ്പോഴും നിങ്ങൾ ജഡിക സുഖത്തിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്നാൽ മനസ്സാക്ഷി ഉണരുന്ന വേളയിൽ തന്നോട് തന്നെ അവജ്ഞ തോന്നാതിരിക്കാൻ പറ്റുകയില്ല. മൃഗങ്ങളെക്കാൾ താണ നിലയിലേക്ക് അധഃപതിച്ചല്ലോ എന്ന ചിന്ത ഉളവാകാതിരിക്കുകയില്ല. നിങ്ങൾ വ്യഭിചാരം ചെയ്തതെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യ, നീ സ്ത്രീയോടെന്ന പോലെ മറ്റൊരു പുരുഷനോടുകൂടെ ശയിക്കരുത്. മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ അശുദ്ധമാക്കരുത്. വിചാരിക്കാൻ പോലും സാധ്യമല്ലാത്ത ഇത്തരം മ്ലേച്ഛതയെപ്പറ്റി ഞാൻ പറയുന്നതേയില്ല. വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാരുടെ വിവാഹ കടമയെപ്പറ്റി പ്രതിപാദിച്ചല്ലോ.
വിവാഹം ദുഷ്ടമനസ്സും മൂലം ഫലദായകമല്ലാതാകുമ്പോൾ അത് വിശുദ്ധമല്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് പണത്തിനു വേണ്ടിയോ സമ്മാനങ്ങൾക്ക് വേണ്ടിയോ രണ്ടുപേർ, പുരുഷനും സ്ത്രീയും, തങ്ങളുടെ ദുരാശ നിമിത്തം ശരിക്കും നടത്തുന്ന തനി വ്യഭിചാരത്തെക്കുറിച്ചാണ്. മനുഷ്യ ശരീരം അതിമനോഹരമായ ഒരു ദേവാലയമാണ്. അതിൽ ഒരു അൾത്താരയുണ്ട്. ആ അൾത്താരയിൽ ദൈവം ഉണ്ടായിരിക്കണം. എന്നാൽ മലിനത എവിടെയുണ്ടോ അവിടെ ദൈവം ഉണ്ടായിരിക്കുകയില്ല. മദ്യപിച്ച് ലക്കില്ലാതെ ചെളിയിലും തന്റെ ഛർദിയിലും കിടന്നുരുളുന്ന ഒരു മനുഷ്യനെ പോലെ മനുഷ്യൻ വ്യഭിചാരത്തിന്റെ മൃഗീയതയിൽ തന്നെ തന്നെ താഴ്ത്തുന്നു. അങ്ങനെ ഏറ്റവും അശുദ്ധമായ പുഴുവിനെയും മൃഗത്തെക്കാൾ തന്നെ തന്നെ ഹീനമാക്കുന്നു. ചന്തയിൽ മൃഗങ്ങളെ വിൽക്കുന്നത് പോലെയോ കാലിത്തീറ്റ വിൽക്കുന്നത് പോലെയോ സ്വന്തം ശരീരത്തോട് പെരുമാറുവാൻ തക്കവിധം വികടനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് എന്ത് നേട്ടമാണുണ്ടാകുന്നതെന്ന് എന്നോട് പറയാമോ? നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ കരങ്ങളിലെടുത്തു നോക്കൂ, പരിശോധിക്കൂ, ചോദ്യങ്ങൾ ചോദിക്കൂ, അവയെ ശ്രദ്ധിക്കൂ, അവയുടെ വേദനകളും മുറിവുകളും മനസ്സിലാക്കൂ. അനന്തരം എന്നോട് പറയൂ. പരിശുദ്ധമായി ജനിച്ചെങ്കിലും അശുദ്ധമായ ഒരു ശരീരത്തിൽ ജീവിക്കാൻ നിർബന്ധിക്കപ്പെട്ട അതിന് ഇത്രയധികം വേദന നൽകുന്ന കനി ഇത്ര മധുരമുള്ളതാണോ? ശരിയായിട്ടുള്ള ജീവിതം വഴി നിന്റെ ആത്മാവിനെ മാനിക്കൂ. അങ്ങനെ നിന്നെ തന്നെ മാന്യതയിലേക്ക് നയിക്കൂ. നിന്റെ ആത്മാവിനെതിരെ ഇനിയും പാപം ചെയ്യാതെ ജീവിച്ച് ദൈവസന്നിധിയിൽ ഒരു പുതിയ പേര് സമ്പാദിക്കൂ. അതാണ് പ്രധാന കാര്യം. പൊയ്ക്കൊള്ളൂ. ഓരോരുത്തരും അവനവന്റെ ഭാരവും ചിന്തകളുമായി ധ്യാനിക്കുക. അനുദപിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് നിരാകരിക്കുകയില്ല. നിങ്ങളുടെ ആത്മാക്കളെ മനസ്സിലാക്കുന്നതിന് ദൈവത്തിന്റെ പ്രകാശം നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവരും പോയിട്ടും പുരുഷന്മാരുടെ ഒരു ചെറിയ സംഘം ഒരു മൂലയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവർ ഈശോയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഈ ആളുകൾ വലിയ ഭാവത്തോടെ പത്രോസിനോട് പറയുന്നു, ഹേയ് ഗലീലിയക്കാരാ, ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ ഗുമസ്തൻ സാമുവലാണ്. ഇയാൾ സാദോക്ക്, മറ്റൊരു ഗുമസ്തൻ. ഇത് എലിയാസർ. എല്ലാവരും അറിയുന്ന ശക്തരായ യഹൂദർക്കാരാണ്. ഇതാണ് പ്രസിദ്ധനായ മൂപ്പൻ കല്ലാസ് ബോണ. ഈ അവസാനത്തെ ആൾ നാഹൂം. നിനക്ക് മനസ്സിലായോ? എനിക്കറിഞ്ഞുകൂടാ, ഒരിക്കലും ഞാനത് കേട്ടിട്ടേയില്ല. നീ നീചൻ മുക്കുവൻ. യൂദാസ്കറിയാത്ത ഇടപെടുന്നു. നീ മണ്ടൻ സൂത്രശാലിപ്പുഴു. അവർ യൂദാസിനെയും അധിക്ഷേപിക്കുന്നു. ചുരുക്കത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അൽഫയോസിന്റെ പുത്രൻ ജെയിംസ് ചോദിക്കുന്നു. അപ്പോൾ നീ ആരാണ്? ഞാൻ അൽഫയോസിന്റെ മകൻ ജെയിംസ് ആണ്. അൽഫയോസ് ജെയിംസിന്റെ പുത്രൻ ജെയിംസ്. മാത്തന്റെയും മാത്തൻ എലയാസറിന്റെയും എലയാസർ. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ വംശാവലി ദാവീദ് രാജാവ് വരെ ഞാൻ പറയാം. ദാവീദിൽ നിന്നാണ് എന്റെ വംശത്തിന്റെ ആരംഭം. ഞാൻ മിശിഹായുടെ ഒരു സഹോദരനുമാണ്, കസിൻ സഹോദരൻ. അതിനാൽ നിങ്ങൾ എന്നോട് സംസാരിക്കൂ. ഞാൻ ആവശ്യപ്പെടുന്നു പറയൂ. നിന്റെ ഗുരുവും ബന്ധുവുമായവൻ വൻ വ്യഭിചാരിണികളെ ശിഷ്യകളാക്കുന്നു. ആ മൂടുപിടം ധരിച്ചിരിക്കുന്ന സ്ത്രീ അത്തരം ഒരുവളാണ്. അവൾ സ്വർണം വിൽപ്പന നടത്തിയപ്പോൾ ഞാൻ അവളെ കണ്ടു. അവളെ ഞാൻ തിരിച്ചറിഞ്ഞു. അവൾ ഷമ്മയുടെ കാമുകി ആഗ്ലയാണ്. എന്നാൽ അവനിൽ നിന്ന് ഒളിച്ചോടിപ്പോയിരിക്കുന്നു. അത് അവന് എത്ര ആക്ഷേപമായി പോയി. ഈ മനുഷ്യ, ചാരവൃത്തി നടത്തുന്നതുകൊണ്ട് നിന്നെ തന്നെയാണ് നീ അപമാനിക്കുന്ന നീ ചിന്തിക്കുന്നില്ലേ? അൽഫയോസിന്റെ മകൻ യൂദാസ് ചോദിക്കുന്നു. അതുപോലെ പാപം ചെയ്യുന്നവൻ സ്വയം അപമാനിക്കുന്നുവെന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു പാപിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നന്മയല്ലേ? എന്റെ ഗുരുവും സഹോദരനുമായവനെ എന്തിനാണ് നിന്ദിക്കുന്നത്? അശുദ്ധമായ സിയോൻ നിവാസികളുടെ ചെവിയിലും ആ ശബ്ദം എത്തിയെങ്കിൽ എന്തിന് ഗുരുവിനെ ആക്ഷേപിക്കുന്നു? ഞങ്ങൾ പ്രകാശത്തിൽ ജീവിക്കുന്ന പ്രകാശത്തിന്റെ മക്കളായ വിശുദ്ധ തലമുറയാണ്. സ്ത്രീയെയോ പാപത്തെയോ അറിയാത്ത പരിശുദ്ധനാണ് ഞങ്ങളുടെ നേതാവ്. ഞങ്ങൾ അവനെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശത്രുക്കളെ വെറുക്കാനല്ല, അവർക്കായി പ്രാർത്ഥിക്കാനാണ് അവൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ വൃദ്ധരായി, എന്നാൽ ചെറുപ്പക്കാരനായ ഒരുവനിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുവാൻ കഴിയും. അവൻ പക്വത ഏറിയവനായത് ജ്ഞാനം അവന്റെ ഗുരുവായതുകൊണ്ടാണ്. പോകൂ, നിങ്ങളെ അയച്ചവരോട് ദൈവം തന്റെ മഹത്വത്തിൽ ഈ എളിയ ഭവനത്തിൽ വസിക്കുന്നുവെന്ന് പറയുക. യൂദാസ് തന്റെ സഹോദരനെ പോലെ തന്നെ ഈശോയെപ്പോലെ നീലമയാർന്ന കണ്ണുകളും പ്രകാശവും രാജകീയമായ അന്തസ്സുമുള്ള മുഖഭാവവും നോട്ടവും ഉള്ളവനാണ്. ഇപ്പോൾ അത് ഒന്നുകൂടി തെളിഞ്ഞു കാണുന്നു. 5 പേരും മറുപടി പറയാൻ കഴിയാതെ തിരിച്ചു പോകുന്നു. ഈശോ ഇപ്പോഴും താൻ സുഖപ്പെടുത്തിയവരുടെ കൂടെയാണ്. ശിഷ്യൻ ഈശോയോടെല്ലാം പറയുന്നു. ഈശോ ശാന്തനായി പറയുന്നു, എന്നെ സംരക്ഷിച്ചതിന് നന്ദി. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുവന് ഉള്ളതാണ് അവൻ കൊടുക്കുന്നത്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 102. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് വിശുദ്ധ ദിവസങ്ങൾ വിശുദ്ധമായി ആചരിക്കുക. മഴ ഇപ്പോഴും
പെയ്യുന്നെങ്കിലും മുമ്പിലത്തെ പോലെ അത്ര ഘോരമല്ല. ഈശോ പ്രസംഗപീഠത്തിലേക്ക് പോകുന്ന വഴിയിൽ 2 കാലുകളും ഒടിഞ്ഞു ചതഞ്ഞ് കൊല്ലാതിരിക്കുന്ന ഒരു ചെറിയ കുട്ടിയെ സുഖപ്പെടുത്തുന്നു. അവൻ കുഞ്ഞനിയത്തിയുമായി തെരുവിൽ ഓടിക്കളിക്കുമ്പോൾ ഒരുവൻ വണ്ടി ശീഘ്രം ഓടിച്ചു വന്നത് അവന്റെ ശരീരത്തിൽ കയറിയിറങ്ങി. എല്ലൊടിഞ്ഞ് മാംസത്തിന്മേൽ കുത്തി കയറുന്നു. വൈദ്യന്മാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു പലകയിന്മേലാണ് കിടത്തിയിരിക്കുന്നത്. ഒത്തിരി വേദനയുണ്ടോ? കരയുന്ന കുട്ടിയോട് ഈശോ ചോദിക്കുന്നു. ഉണ്ട്, ഒത്തിരി വേദനയുണ്ട്. ഞാൻ നിന്നെ എടുക്കട്ടെ, നീ വരുമോ? വരാം. അവന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ ദയനീയമായി കൈകൾ രണ്ടും ഈശോയുടെ നേർക്ക് നീട്ടുന്നു. എങ്കിൽ വരൂ. അവന് കഴിയുന്നില്ല ഗുരുവേ. അവനെ ഒന്ന് കഴുകാനായിട്ട് പോലും അനക്കുന്നത് പ്രയാസമാണ്. വൈദ്യനും ഞാനുമാണ്. നീ എന്തിനാണ് വരുന്നത്? കാരണം നീ രക്ഷകനാണ്. ആ സ്ത്രീ മറുപടി പറയുന്നു. കൊള്ളാം, എന്നാൽ എൻ്റെ വാത്സല്യമുള്ള കുട്ടി വരൂ. ഈശോ ഒരു കൈ ചലനമില്ലാത്ത കാലുകൾക്കിടയിലും മറ്റേ കൈ അവൻ്റെ തോളിനും താഴെയുമിട്ട് അവനെ എടുത്തുകൊണ്ട് പോകുന്നു. നിനക്ക് വേദനയുണ്ടോ? ഇല്ല. അമ്മയോട് നമ്മൾ പോവുകയാണെന്ന് പറയൂ. ഈശോ കുട്ടിയെയും വഹിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലൂടെ പ്രസംഗപീഠത്തിലെത്തി. ഒരു സ്റ്റൂൾ ആവശ്യപ്പെട്ട് അതിലിരുന്നു. കുട്ടിയെ മടിയിലിരുത്തിക്കൊണ്ട് പ്രസംഗം തുടങ്ങി. കുട്ടി ഈശോയുടെ വസ്ത്രത്തിന്റെ ചരടിന്മേലും ചുരുളൻ മുടിയിന്മേലും പിടിച്ച് കളിക്കുന്നു. ആത്മാർത്ഥമായി ജോലി ചെയ്യുക. 7-ാം ദിവസം കർത്താവിനായിട്ടും നിന്റെ ആത്മാവിനായിട്ടും ചെലവഴിക്കുക. മനുഷ്യൻ ദൈവത്തെക്കാൾ വലിയവനല്ല. എന്നാൽ ദൈവം പ്രപഞ്ചത്തെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു. 7-ാം ദിവസം വിശ്രമിച്ചു. അപ്പോൾ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ടാണ് അവന്റെ പ്രമാണത്തെ അനുസരിക്കാത്തത്? അത് ബുദ്ധിശൂന്യമായ ഒരു കൽപ്പനയാണോ? സൃഷ്ടികൾക്കെല്ലാം ആവശ്യമുള്ളതുപോലെ ക്ഷീണിച്ച ഒരു ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. ഈ കൽപ്പന ശരീരത്തിനു വേണ്ടി മാത്രമല്ല, ധാർമ്മിക ജീവിതത്തിനും വേണ്ടിയുള്ളതാണ്. 6 ദിവസം മനുഷ്യൻ തറയിലുള്ള ഒരു നൂല് പോലെ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു. ഇനി ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെയും അന്വേഷിക്കാൻ പോവുകയാണ്. ഞാൻ ഒരു പിതാവാണല്ലോ. ഇന്ന് ഞാൻ എൻ്റെ കുട്ടികളുടേതായിരിക്കും. ഞാനൊരു ഭർത്താവാണ്. ഇന്നത്തെ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കും. ഞാനൊരു സഹോദരനാണ്. ഇന്ന് ഞാൻ എൻ്റെ സഹോദരന്മാരുമൊത്ത് സന്തോഷിക്കും. ഞാനൊരു പുത്രനാണ്. എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കും. ഇങ്ങനെ ഒന്നും പറയാനാകാതെ എന്നും അധ്വാനമാണല്ലോ. ഇത് ആധ്യാത്മികമായി ഒരു കൽപ്പനയാണ്. ജോലി വിശുദ്ധമാണ്. സ്നേഹം കൂടുതൽ വിശുദ്ധവും ദൈവം ഏറ്റവും വിശുദ്ധിയുള്ളവനും. അതിനാൽ 7 ദിവസങ്ങൾ ഒന്നെങ്കിലും നല്ലവനും പരിശുദ്ധനുമായ നമ്മുടെ പിതാവിനായി നീക്കിവെക്കണം. അവനാണ് നമുക്ക് ജീവൻ തന്നതും ആ ജീവൻ നമ്മിൽ നിലനിർത്തുന്നതും. നമ്മുടെ മാതാപിതാക്കൾ, കുട്ടികൾ, സഹോദരന്മാർ, ഭാര്യമാർ, നമ്മളുടെ ശരീരങ്ങൾ ഇവയോടുള്ളതിനേക്കാൾ കുറവ് ബഹുമാനമാണോ നമ്മുടെ പിതാവിനോട് നമുക്കുണ്ടാകേണ്ടത്? കർത്താവിൻ്റെ ദിവസം അവന് തന്നെയുള്ളതായിരിക്കട്ടെ. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം സ്നേഹമുള്ള ഒരു ഭവനത്തിൽ വിശ്രമിക്കുന്നത് സന്തോഷപ്രദമാണ്. എന്നാൽ പിന്നെ 6 ദിവസത്തെ ജോലി കഴിഞ്ഞ് പിതാവിൻ്റെ ഭവനത്തിൽ അഭയം തേടാത്തത് എന്തുകൊണ്ട്? എന്നാൽ ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കൂ. ഞാൻ പറഞ്ഞത് നേരായിട്ടുള്ള ഒരു ജോലി ചെയ്യുക എന്നതാണ്. പരമാർത്ഥമായി ജോലി ചെയ്യാതെ, അന്യനെ ചൂഷണം ചെയ്ത്, വേലക്കാരന് കൂലി കൊടുക്കാതെ, നിർജീവമായ ഒരു കല്ലിനെ പോലെ വേലക്കാരനെയും അയൽക്കാരനെയും കരുതുന്നവൻ പാപം ചെയ്യുന്നു. അവന്റെ സമ്പാദ്യങ്ങൾ ശപിക്കപ്പെട്ടവയാണ്. അവയുടെ ഒരു ഭാഗം ദരിദ്രർക്കായി ദേവാലയത്തിന് നൽകിയാലും അവ ശപിക്കപ്പെട്ടതായിരിക്കും. എത്ര കപടമായ കാഴ്ചകൾ അർപ്പിക്കുന്നു! അവ അൾത്താരയുടെ ചുവട്ടിൽ കൊണ്ടുവരുവാൻ എങ്ങനെ ഒരുവൻ ധൈര്യപ്പെടും? തന്റെ ആശ്രിതന്റെ കണ്ണീരും രക്തവുമല്ലേ അതിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്നത്. ആഴ്ചയിൽ 6 ദിവസം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും തന്നെ പരിശോധിച്ച് സ്വയം നന്നാകുവാനും പരിശ്രമിക്കുന്നില്ലെങ്കിൽ 7-ാം ദിവസം വിശുദ്ധമായി ആചരിക്കുന്നു എന്ന് കരുതാനാവില്ല. വീണ്ടും പാപത്തിൽ വീണാലോ എന്ന് നിങ്ങൾ പറയുമായിരിക്കാം. നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വീണപ്പോൾ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട അമ്മയുടെ ചുംബനങ്ങളും അപ്പന്റെ തലോടലുകളും ആരാണ് ഓർക്കാതിരിക്കുക? സ്വർഗത്തിലുള്ള നമ്മുടെ മാതൃവാനായ പിതാവും അതുതന്നെയാണ് ചെയ്യുന്നത്. നിലത്ത് കിടന്ന് കരയുന്ന ചെറിയവന്റെ പക്കലേക്ക് കുനിഞ്ഞ് അവിടുന്ന് പറയും, കരയേണ്ട, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. അടുത്ത പ്രാവശ്യം നീ കൂടുതൽ ശ്രദ്ധയുള്ളവനായിരിക്കും. ഇപ്പോൾ എൻ്റെ കരങ്ങളിലേക്ക് വരൂ. അതാണ് ഞാനും നിങ്ങളോട് പറയുന്നത്. പിതാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കും.
വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാൻ ഈ കൊച്ചുകുട്ടിയുടെ വിശ്വാസം നോക്കൂ. കുറെ നാളായി വിശ്രമമില്ലാതെ അവൻ രാവും പകലും കരച്ചിൽ തന്നെയായിരുന്നു. ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ കയ്യിലേക്ക് വരാൻ ഇഷ്ടമാണോ? അതെ എന്നവൻ ഉത്തരം പറഞ്ഞു. അവൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ചോ അനങ്ങിയാൽ വേദന വരുമെന്നതിനെക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിച്ചില്ല. പാപം ചെയ്ത് നിങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്ന നിങ്ങൾ ഈ കൊച്ചു ജോണിനെ പോലെ പ്രവർത്തിക്കൂ. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വാസമുള്ളവരായിരിക്കൂ. ആഹ്ലാദത്താൽ ആർപ്പ് വിളിക്കുന്ന ജനത്തിന്റെ ശബ്ദവും അമ്മയുടെ സന്തോഷാശ്രുക്കളും ഒരുമിച്ച് കലരുമ്പോൾ ഈശോയും ശിഷ്യരും മുറിയിൽ നിന്ന് പോകുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 103. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നീ കൊല്ലരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. 2 ഗണം കൽപ്പനകളുണ്ടല്ലോ, അതിൽ ഏത് ഗണത്തിലാണ് ഈ കൽപ്പന ഉൾപ്പെടുന്നത്? രണ്ടാമത്തേതിലാണെന്ന് എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ പാപം ദൈവത്തിനെതിരെയുള്ളതാണോ? നിങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ട മനുഷ്യനെതിരെയുള്ളതാണെന്ന്. എല്ലാവർക്കും വേണ്ടി ഒരാൾ ഉത്തരം പറയട്ടെ, ഞാൻ കാത്തിരുന്നു കൊള്ളാം. നല്ല മഹാത്മ്യമുള്ള ഒരു വൃദ്ധൻ എഴുന്നേറ്റ് പറയുന്നു, ഗുരുവേ ക്ഷമിക്കണമേ, ഞാൻ സിനഗോഗിലെ ഒരു പഴയ നേതാവാണ്. എല്ലാവർക്കും വേണ്ടി സംസാരിക്കാൻ ഇവരെന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ചുള്ളതനുസരിച്ച് നീതിയായിട്ടുള്ള ഉത്തരമാണ് ഞങ്ങൾ പറഞ്ഞതെന്ന്. എന്നാൽ നീ ജ്ഞാനവും സത്യവും തന്നെ ആയതിനാൽ നിന്നാൽ പഠിപ്പിക്കപ്പെടുന്നതിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കണമേ. നിന്റെ വൃദ്ധനായ ദാസൻ അവന്റെ രാജാവിന്റെ സന്നിധിയിലേക്ക് പ്രകാശം തിരിച്ചു പോകാനിടയാകട്ടെ. അതുപോലെ എൻ്റെ അജഗണത്തിൽപ്പെട്ടവരായ ഇവർ അവരുടെ ഇടയനോടുകൂടെ ജീവന്റെ ഉറവയിൽ നിന്ന് കുടിക്കാൻ വന്നിരിക്കുന്നവരാണ്. ഇവരെയും പ്രകാശിപ്പിക്കണമേ. അയാൾ വളരെ തലകുനിച്ച് വണക്കം കാണിക്കുന്നു. പിതാവേ, നിങ്ങൾ ആരാണ്? നിന്റെ ദാസൻ എമ്മാവോസിലെ ക്ലയോഫോസ് എൻ്റെ ദാസനല്ല, എന്നെ അയച്ചവന്റെ ദാസൻ. കാരണം സ്വർഗത്തിലും ഭൂമിയിലും ഹൃദയങ്ങളിലും ഏറ്റവും മുൻഗണനയും സ്നേഹവും നൽകേണ്ടത് പിതാവിനാണ്. എന്നാൽ ക്ലയോഫാസെ, നീ ആഗ്രഹിക്കുന്നത് പോലെ പ്രകാശിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ പക്കലേക്ക് പോകുവാനായി സ്തുതിച്ചു കേൾക്കൂ. ആരെയാണ് ഞാൻ കൊന്നത്? ഒരു മനുഷ്യനെ. ഒരു മനുഷ്യൻ സമ്പന്നനോ ദരിദ്രനോ സ്വതന്ത്രനോ അടിമയോ എന്ന് ഞാൻ പരിശോധിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അടിമകളില്ല, ശക്തന്മാരുമില്ല, ആളുകൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ശക്തനായ രാജാവും ദൈവത്തിനു മുമ്പിൽ പൊടി മാത്രമാണ്. മനുഷ്യൻ ദൈവത്തിന്റെ പ്രിയഭാജനമായ സൃഷ്ടിയാണ്. ഒരാളുടെ പുത്രനെ ഒരുവൻ കൊല്ലുമ്പോൾ പുത്രനെതിരായി മാത്രമാണോ അയാൾ പ്രവർത്തിക്കുന്നത്? അല്ല, പിതാവിനെതിരായും. പുത്രനെ അവന്റെ ശരീരത്തിൽ വേദനിപ്പിക്കുന്നു, പിതാവിനെ ഹൃദയത്തിൽ വേദനിപ്പിക്കുന്നു. ദൈവത്തെ തന്റെ അവകാശത്തിലും ധിക്കരിക്കുന്നു. കാരണം ജീവനും മരണവും കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്നത് അവൻ മാത്രമാണ്. കൊല്ലുക എന്നുള്ളത് ദൈവത്തിന്റെ അധികാര പരിധിയിലേക്ക് കടക്കലാണ്. കൊല ചെയ്യുക എന്നുള്ളത് സ്നേഹത്തിന്റെ പ്രമാണത്തിനെതിരെയുള്ള നീക്കമാണ്. കൊല ചെയ്യുന്നവൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്നില്ല. ഞാൻ ഒരമ്മയെയും കുഞ്ഞിനെയും കൊല്ലുകയാണെങ്കിൽ 2 മരണത്തിന്റെ കണക്ക് ദൈവം എന്നോട് ചോദിക്കും. കാരണം ദൈവകൽപ്പന അനുസരിച്ച് മനുഷ്യന് ജന്മം കൊടുക്കുന്ന ഗർഭപാത്രം വിശുദ്ധമാണ്, അതിനുള്ളിൽ വളരുന്ന ജീവൻ വിശുദ്ധമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ സ്ത്രീകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങൾ മൗനാനുവാദത്തോടെ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന കൊലപാതകികൾ. എത്ര ജീവിതമാണ് നിങ്ങൾ അപഹരിക്കുന്നത്? ഉദരത്തിൽ വളരുന്ന ഫലത്തെ അതിൽ നിന്ന് വേർപെടുത്തുന്നത് കൊലപാതകമാണ്. ഒന്നുകിൽ അത് കുറ്റകരമായ ബീജസ്വീകരണത്തിൽ നിന്നുണ്ടായതാകാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഒരു ഭ്രൂണം, നിങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഒരു ഭാരം. ഈ ഭാരമുണ്ടാകാതിരിക്കാൻ ഒരു മാർഗമേ ഉള്ളൂ: പരിശുദ്ധമായ ജീവിതം നയിക്കുക. ജഡികാസക്തിയോടുകൂടെ കൊലപാതകവും ചേർക്കാതിരിക്കുക. മനുഷ്യൻ കാണാത്തതുകൊണ്ട് ദൈവവും കാണുന്നില്ല എന്ന് വിചാരിക്കാതിരിക്കൂ. കൊലപാതകം വഴി മനുഷ്യൻ 1-2 പ്രമാണങ്ങളെ ധിക്കരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നല്ലോ. മനുഷ്യനെ വധിക്കുന്ന പാപം മാത്രമല്ല അതുവഴി ഉണ്ടാകുന്നത്: വിരോധം, അക്രമം, അഹങ്കാരം, അനുസരണക്കേട്, ദൈവനിന്ദ ഇവയെല്ലാം ഉണ്ടാകുന്നു. സ്വത്ത്, സ്ഥാനമാനം ഇവയ്ക്ക് വേണ്ടിയാണെങ്കിൽ അത്യാഗ്രഹം എന്ന പാപവും ചെയ്യുന്നു. കൊലപാതകം ആയുധം കൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, പരദൂഷണം വഴിയും കൊലപാതകം നടത്താൻ കഴിയും. അതേക്കുറിച്ച് ധ്യാനിക്കുക. ഇക്കാര്യവും ഞാൻ നിങ്ങളോട് പറയുന്നു: തന്റെ കൈകൊണ്ട് മരിക്കാതിരിക്കത്തക്ക വിധം സൂത്രം ഉപയോഗിച്ച് അടിമയെ കൊല്ലുന്ന യജമാൻ ഇരട്ടി കുറ്റക്കാരനാണ്. ഒരടിമ യജമാനന്റെ പണമല്ല, അവൻ ദൈവത്തിന്റെ ഒരാത്മാവാണ്. അവനെ ഒരു കാളയേക്കാൾ ഹീനമായി കരുതരുത്. അപ്രകാരം പ്രവർത്തിക്കുന്ന യജമാനൻ
ശപിക്കപ്പെട്ടവനായിരിക്കും. സിനഗോഗിലെ തലവനായ വൃദ്ധൻ പറയുന്നു, ഗുരുവേ, അങ്ങ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി. അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. എന്റെ സിനഗോഗിലേക്ക് വരണമേ. വൃദ്ധനായ മനുഷ്യന് നിന്റെ വചനം നിരസിക്കരുതേ. ഞാൻ വരാം, കർത്താവ് നിന്നോടുകൂടെ. ഈശോ മറുപടി പറയുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 104. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും വിസ്മരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രമാണമാണിത്. നമ്മുടെ ഇഷ്ടം ദൈവത്തെ നാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നാം പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് പാപപ്രവൃത്തി ലഭിച്ച ശേഷം വീണ്ടും പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് സഹായം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സ്വന്തം വഴിയിലേക്ക് പിന്തിരിഞ്ഞ് നമ്മുടെ നന്മയ്ക്കും ദൈവത്തെ ഓർക്കുന്നതിനുമായി നമുക്ക് ലഭിച്ച നന്മയെ നശിപ്പിക്കുമ്പോൾ നാം ദൈവത്തെ പരീക്ഷിക്കുകയായിരിക്കും ചെയ്യുക. നാം ദൈവത്തെ പരീക്ഷിക്കരുത്, അവഹേളിക്കരുത്. അനുതപിക്കുന്നവരോട് ദയ കാണിക്കുന്ന ദൈവം അവരോട് വളരെ നിശിതമായി പ്രവർത്തിക്കുന്നു. മനുഷ്യനെ പര്യാകുലനാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ: ദൈവത്തെ നഷ്ടപ്പെടുത്തുക എന്ന നിത്യ ദൗർഭാഗ്യമാണത്. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 105. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്. നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത്. നല്ല തെളിവുള്ള പ്രശാന്തമായ ദിവസം. വളരെയധികം ആളുകൾ വന്നിട്ടുണ്ട്. ഈശോ തന്റെ സ്ഥാനത്ത് കഷ്ടിച്ചെത്തിയതേയുള്ളൂ. നദിയിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ നിന്ന് സങ്കടകരമായ ഒരു വിളി കേൾക്കുന്നു. ദാവീദിന്റെ പുത്രാ, നിർഭാഗ്യവാനായ ഒരു മനുഷ്യന്റെ മേൽ കരുണയായിരിക്കണമേ. ഈശോയും ജനക്കൂട്ടവും ആ ഭാഗത്തേക്ക് നോക്കുന്നു. എന്നാൽ കുറ്റിക്കാട് കരയുന്ന മനുഷ്യനെ മറച്ചിരിക്കുകയാണ്. നീ ആരാണ്? ഇറങ്ങി വരൂ. എനിക്ക് വരാൻ സാധിക്കുകയില്ല, ഞാൻ അശുദ്ധനാണ്. ലോകത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടാൻ ഞാൻ പുരോഹിതന്റെ പക്കലേക്ക് പോകണം. ഞാൻ പാപം ചെയ്തു, കുഷ്ഠരോഗം എന്നെ പിടികൂടിയിരിക്കുന്നു. നിന്നിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. കുഷ്ഠരോഗി ആളുകൾ ബഹളം വയ്ക്കുന്നു. ഈശോ ആംഗ്യം കാണിച്ചുകൊണ്ട് നിശബ്ദരായിരിക്കാൻ ആജ്ഞാപിക്കുന്നു. പാപത്തിലിരിക്കുന്ന ഒരുവനേക്കാൾ അവൻ അശുദ്ധനല്ല. ദൈവസന്നിധിയിൽ അനുദപിക്കുന്ന ഒരു കുഷ്ഠരോഗിയേക്കാൾ അശുദ്ധൻ അനുദപിക്കാത്ത പാപിയാണ്. വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എൻ്റെ കൂടെ വരൂ. ശിഷ്യരും കുറെ ആളുകളും കൂടെ പോകുന്നു. മറ്റുള്ളവർ അവിടെ നിന്ന് തന്നെ എത്തി നോക്കുന്നു. ഈശോ കുറ്റിക്കാടിനടുത്തെത്തി ആജ്ഞാപിക്കുന്നു, നിന്നെ തന്നെ കാണിക്കുക. ഒരു ചെറുപ്പക്കാരൻ കഷ്ടിച്ച 20-21 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുന്നു. പുതുമ നഷ്ടപ്പെട്ടില്ലാത്ത സുന്ദരമായ മുഖം, കരഞ്ഞ് കണ്ണുകൾ ചുവന്നിരിക്കുകയാണ്. മൂടുപടം ധരിച്ച കുറെ സ്ത്രീകൾ അവനെ സ്നേഹത്തോടെ വിളിക്കുകയും കരയുകയും ചെയ്യുന്നു. ഓ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ അടുത്തു നിന്ന ഒരു സ്ത്രീയുടെ കരങ്ങളിലേക്ക് വീഴുന്നു. ഈശോ തനിയെ അവന്റെ അടുത്തേക്ക് പോകുന്നു. നീ നന്നേ ചെറുപ്പമാണല്ലോ, എങ്ങനെയാണ് നീ കുഷ്ഠരോഗിയായി തീർന്നത്? യുവാവ് കണ്ണുകൾ താഴ്ത്തുന്നു, എന്തോ പിറുപിറുക്കുന്നു. ഈശോ ചോദ്യം ആവർത്തിക്കുന്നു. യുവാവ് അല്പം തെളിവായി സംസാരിക്കുന്നു. ഏതാനും വാക്കുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പൻ, ഞാൻ പോയി, ഞങ്ങൾ പാപം ചെയ്തു. നിന്റെ അമ്മ ഇവിടെയുണ്ട്. പ്രതീക്ഷയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലുള്ള ദൈവം അറിയുന്നു. എന്നാൽ നിന്നോട് കരുണ കാണിക്കേണ്ടതിന് നിന്നെ സ്വയം എളിമപ്പെടുത്താൻ ഞാൻ ആവശ്യപ്പെടുന്നു. തുറന്നു പറയൂ മോനെ. ആ സ്ത്രീ ഈശോയുടെ പാദത്തിലെത്തി മുട്ടിന്മേൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്നു. ഈശോ തന്റെ കരം അവളുടെ ശിരസിൽ വയ്ക്കുകയാണ്. ഞാൻ അമ്മയുടെ മൂത്ത മകനാണ്. അപ്പനെ കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ട്. അപ്പൻ കച്ചവടം ചെയ്യുന്ന പലരെയും കാണുവാനായി എന്നെ ജെറീക്കോയിലേക്ക് വിട്ടിട്ടുണ്ട്. അവരൊരാൾക്ക് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. അവൾക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അവൾ ആരോഗ്യവതിയായിരുന്നു. എന്നെ കൂടാതെ വേറെ പുരുഷന്മാരെ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നും രോഗം അങ്ങനെ പിടിപെട്ടതാണോ എന്നും അറിഞ്ഞുകൂടാ. താമസിയാതെ അവൾ മുരടിച്ചുപോയി. ഇപ്പോൾ അവൾ ശവകുടീരത്തിനുള്ളിലാണ്. അമ്മ കണ്ടല്ലോ, ഒരു ചെറിയ പാട്. എന്നാൽ എല്ലാവരും പറയുന്നു അത് കുഷ്ഠമാണെന്ന്. എന്നെ വസ്ത്രങ്ങൾ കീറി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ, ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കാൻ, മരിക്കുന്നതിനേക്കാൾ കഷ്ടമാണിത്. എനിക്ക് അമ്മയെ ചുംബിക്കാൻ കഴിയില്ല. എൻ്റെ മൃതദേഹത്തിന്മേൽ ഉൽപ്പിക്കാൻ അമ്മയ്ക്ക് പോലും ആവില്ല. യുവാവ് കരയുകയാണ്. കൊടുങ്കാറ്റിൽ ഉലഞ്ഞ ഒരു വൃക്ഷം പോലുണ്ട്. അവന്റെ അമ്മ ദയനീയമായി കരയുന്നു. ഈശോയ്ക്ക് വിഷാദമാണ്. കുഷ്ഠം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെയും നിന്റെ അയൽക്കാരനെയും ദ്രോഹിച്ച നീ മനസ്സിലാക്കുമായിരുന്നോ? കുഷ്ഠം ബാധിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവത്തെയും നിന്റെ അയൽക്കാരനെയും ദ്രോഹിച്ചു എന്ന് നീ മനസ്സിലാക്കുമായിരുന്നോ? നിന്റെ ആത്മാവിനെ നീ എന്തു ചെയ്തു?
നിന്റെ യുവത്വം കൊണ്ട് നീ എന്തു ചെയ്തു? ഓ കാരുണ്യമേ, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. എനിക്ക് കഴിയും, അതും ഇനിയും നീ പാപം ചെയ്യില്ല എന്ന് ശബ്ദം ചെയ്താൽ മാത്രം. ഈശോ പറഞ്ഞു, ഞാൻ ശബ്ദം ചെയ്യുന്നു, കർത്താവേ, എന്നെ രക്ഷിക്കണമേ. ഏതാനും മണിക്കൂറിനുള്ളിൽ അവർ എന്നെ ശപിച്ച് പുറന്തള്ളും. ഓ അമ്മേ, അമ്മയുടെ കണ്ണീര് കൊണ്ട് എന്നെ സഹായിക്കണമേ. ആ സ്ത്രീക്ക് ശബ്ദമില്ല. ഈശോയുടെ കാലുകളിൽ കെട്ടിപ്പിടിക്കുന്നു. ഈശോ സഹതാപത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, അമ്മ എഴുന്നേൽക്കൂ, മകന്റെ രോഗം മാറി. നിന്നെ ഓർത്തിട്ടാണ്, അവനെ ഓർത്തിട്ടല്ല. ആ സ്ത്രീക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രേ അകലെ നിൽക്കുന്നത് കൊണ്ട് സൗഖ്യം കിട്ടിക്കാണില്ല എന്നാണ് അവളുടെ ചിന്ത. മനുഷ്യ, നിന്റെ മാറിൽ നിന്ന് വസ്ത്രം മാറ്റൂ. അവിടെ ഉണ്ടായിരുന്ന നിന്റെ പാണ്ട്. അമ്മയ്ക്ക് വിശ്വാസമാവട്ടെ. യുവാവ് തന്റെ ഉടുപ്പ് താഴേക്ക് മാറ്റുന്നു. അവന്റെ തൊലി നല്ല മിനുസമുള്ളതായി കാണപ്പെടുന്നു. അമ്മ നോക്കൂ എന്ന് പറഞ്ഞ് ഈശോ കുനിഞ്ഞ് ആ സ്ത്രീ എഴുന്നേൽപ്പിക്കുന്നു. ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ മകന്റെ അടുത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അവൾ സന്തോഷാധിക്യത്താൽ ഈശോയുടെ മാറിൽ ചാരിക്കരയുന്നു. യുവാവ് രക്ഷകനെ സ്തുതിച്ചുകൊണ്ട് പോകുന്നു. അകലെയായി അമ്മയും അവരോടുകൂടെ വന്നവരും അനുഗമിക്കുന്നു. ഈശോ സ്വന്തം സ്ഥാനത്തേക്ക് പോകുന്നു. ധാർമ്മിക പ്രമാണങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ദൈവമുണ്ടെന്ന് ആ യുവാവ് മറന്നുപോയി. നീ നിന്റെ അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന പ്രമാണം, നീ വ്യഭിചാരം ചെയ്യരുത് എന്ന പ്രമാണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജഡികാസക്തി എപ്പോഴും പ്രവർത്തികൾക്ക് മുമ്പിലുണ്ടായിരിക്കും. ഒരു കാര്യം ശക്തിയായി ആഗ്രഹിച്ചാൽ അത് സ്വയം നിരസിക്കാനുള്ള ശക്തിയില്ലാത്തവനാണ് മനുഷ്യൻ. ആഗ്രഹിച്ച് നിറവേറ്റുന്നു. എന്നാൽ ഏറ്റവും സങ്കടകരമായത് നല്ല കാര്യങ്ങൾക്കായുള്ള ആഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലായിടത്തും തനിയെ കിളിർത്തു വരുന്ന പുല്ലുപോലെ പാപകരമായ ആഗ്രഹങ്ങൾ എല്ലായിടത്തുമുണ്ട്. എനിക്ക് പ്രലോഭനമുണ്ടായി എന്ന ആ പഴയ ന്യായം അത് പഴയ അനുഭവമായതിനാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഓർത്തുകൊണ്ട് മനുഷ്യൻ ഇല്ല എന്ന് പറയേണ്ടതാണ്. ചാരിത്ര ശുദ്ധി പാലിച്ച ആളുകളുടെ ഉദാഹരണങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കുറവല്ല. ലൈംഗിക ആകർഷണങ്ങൾ ഉണ്ടായാലും ക്രൂരന്മാരുടെ ഭീഷണികൾ ഉണ്ടായാലും അവർ തങ്ങളുടെ ചാരിത്ര ശുദ്ധി പാലിച്ചു. കാമാസക്തി കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുവന്റെ യുവത്വം എന്നെ വളരെ അസ്വസ്ഥനാക്കി. മരണത്തെ ഞാൻ തൊട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രയാസം എനിക്കുണ്ടാകുമായിരുന്നില്ല. ഓക്കാനം വന്ന് ശ്വാസം മുട്ടിക്കുന്നതിനാൽ ഇന്ന് വചനമാകാൻ എനിക്ക് സാധിക്കുന്നില്ല. നമുക്ക് രോഗികളുടെ അടുത്തേക്ക് പോകാം. ഈശോ വളരെയധികം ക്ഷീണിതനായിരിക്കുന്നു. എന്നാൽ രോഗികളായ കുട്ടികളുടെ അടുത്ത് കുനിയുമ്പോൾ അവരെ നോക്കി പുഞ്ചിരിക്കുന്നു. കാമാസക്തി കൊണ്ട് നശിപ്പിക്കപ്പെട്ട ഒരുവന്റെ യുവത്വം എന്നെ വളരെ അസ്വസ്ഥനാക്കി. മരണത്തെ ഞാൻ തൊട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രയാസം എനിക്കുണ്ടാകുമായിരുന്നില്ല. ഓക്കാനം വന്ന് ശ്വാസം മുട്ടിക്കുന്നതിനാൽ ഇന്ന് വചനമാകാൻ എനിക്ക് സാധിക്കുന്നില്ല. നമുക്ക് രോഗികളുടെ അടുത്തേക്ക് പോകാം. ഈശോ വളരെയധികം ക്ഷീണിതനായിരിക്കുന്നു. എന്നാൽ രോഗികളായ കുട്ടികളുടെ അടുത്ത് കുനിയുമ്പോൾ അവരെ നോക്കി പുഞ്ചിരി തൂകുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 106. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നീ കള്ളസാക്ഷി പറയരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. കളവ് പറയുന്ന ഒരുത്തനേക്കാൾ മനംമറി വരുത്തുന്ന എന്തെങ്കിലുമുണ്ടോ? അവന്റെ നാവ് കൊണ്ട് ഒരു സൽപ്പേര് അവൻ കൊല്ലുന്നു. അതിനാൽ കൊലപാതകിയിൽ നിന്ന് അയാൾ വ്യത്യസ്തനല്ല. പോരാ, അയാൾ കൊലപാതകിയേക്കാൾ കൂടിയവനാണ്. കൊലപാതകി ശരീരത്തെ മാത്രമേ വധിക്കുന്നുള്ളൂ. കളവ് പറയുന്നവൻ സൽപ്പേരിനെയും കൊന്നുകളയുന്നു. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മ പോലും നശിപ്പിച്ചു കളയുന്നതിനാൽ ഇയാൾ ഇരട്ട കൊലപാതകമാണ് ചെയ്യുന്നത്. കള്ളസാക്ഷി പറഞ്ഞതുകൊണ്ട് അയൽക്കാരന്റെ മരണത്തിന് കാരണക്കാരാവുന്നവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഗഹന്നായിലെ തീക്കട്ട അവരുടെ മേൽ ഇപ്പോഴേ അടുക്കിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നുകിൽ വിദ്വേഷം, അല്ലെങ്കിൽ അയാളുടെ വസ്തുക്കൾ കൈക്കലാകാനുള്ള ആഗ്രഹം അഥവാ ഭയം നിമിത്തം. വിദ്വേഷം. സാത്താന്റെ സ്നേഹിതൻ മാത്രമേ ദ്വേഷിക്കുന്നുള്ളൂ. നല്ല മനുഷ്യൻ ഒരിക്കലും ദ്വേഷിക്കുന്നില്ല. കാരണം എന്ത് കാരണമുണ്ടായാലും അവനെ നിന്ദിച്ചാലും നശിപ്പിച്ചാലും അവൻ ദ്വേഷിക്കുന്നില്ല. നന്മയ്ക്കെതിരെയുള്ള തിന്മയുടെ ധിക്കാരമാണ് വിദ്വേഷം. അത്യാഗ്രഹം. എനിക്കില്ലാത്തത് അവനുണ്ട്, അവനുള്ളത് എനിക്ക് വേണം. അവനെ കൊള്ളരുതാത്തവനാക്കി മാറ്റിയാൽ മാത്രമേ എനിക്ക് ആ സ്ഥാനം നേടാൻ കഴിയൂ. അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ഇരയായി തീർന്നിരിക്കുന്ന ഇയാൾ അപകടം കാണുന്നതേയില്ല. ദൂഷ്യം പറയപ്പെട്ട ആളിനു വേണ്ടി ദൈവം പകരം ചോദിക്കുമെന്നുള്ള കാര്യങ്ങൾ അയാൾ ചിന്തിക്കുന്നതേയില്ല. ഭയം പലപ്പോഴും തന്നെ ന്യായീകരിക്കാൻ അന്യരെ കുറ്റം പറയുന്നു. സർവ്വസാധാരണമായ കള്ളത്തിന്റെ രൂപമാണത്. തിന്മ പ്രവർത്തിച്ചു, അത്
നമ്മളാണെന്ന് കണ്ടുപിടിക്കപ്പെടുമോ എന്നുള്ള ഭയം, എന്നിട്ട് നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള നല്ല അഭിപ്രായത്തെക്കുറിച്ചുള്ള സാഹചര്യത്തെ നമ്മൾ തകിടം മറിക്കുന്നു. ഇത് നരകത്തിൽ ഒരു സ്ഥാനം ഒരുക്കാൻ മാത്രമേ ഉപകരിക്കൂ. പിന്നീട് ആ കളവ് വ്യക്തമാകും എന്ന് വിചാരിക്കാത്ത എന്ത്? പിന്നീട് അവൻ സത്യം പറഞ്ഞാൽ തന്നെയും കേൾക്കുന്ന ആളിന് എപ്പോഴും ഒരു സംശയമുണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ചോദിക്കും, കള്ളസാക്ഷി ഇവയിൽ എവിടെയാണെന്ന്. എല്ലാ കള്ളവും കള്ളസാക്ഷിയാണ്. കള്ളം പറയുന്നവരെക്കുറിച്ച് ദൈവത്തിന്റെ വിധിക്ക് മാറ്റമുണ്ടാവുകയില്ല. ഒരു ഭാഷ മാത്രം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. നിങ്ങൾ അതെ എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അതെ തന്നെ ആയിരിക്കണം. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ അതെപ്പോഴും അല്ല തന്നെ ആയിരിക്കണം. ശക്തന്മാരുടെയും ദുഷ്ടന്മാരുടെയും മുമ്പിലും അപ്പോൾ അതിന് സ്വർഗത്തിൽ വലിയ സമ്മാനമുണ്ടായിരിക്കും. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 107. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്. അയൽക്കാരന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ആവശ്യമുള്ളവ ദൈവം എല്ലാവർക്കും നൽകുന്നു. നിങ്ങളുടെ ചുറ്റും നോക്കിക്കൊള്ളൂ. ഏറ്റവും സന്തോഷമുള്ളവരും ഏറ്റവും ആരോഗ്യമുള്ളവരും ആരാണ്? ആരോഗ്യമുള്ള സ്വസ്ഥമായ വാർദ്ധക്യം അനുഭവിച്ച് ജീവിക്കുന്നവർ ആരാണ്? വ്യഗ്രത കൊണ്ട് ജീവിക്കുന്നവരാണോ? അല്ല, ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കുകയും സത്യസന്ധമായവ മാത്രം അന്വേഷിക്കുകയും ചെയ്യുന്നവരാണ്. കൂടുതൽ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ തന്നെ സമാധാനത്തെ ഹനിക്കുന്നു. ഒരു സന്തോഷവും അവർക്കില്ല. അസൂയയും മറ്റു തിന്മകളും അവരെ ഗ്രസിച്ചിരിക്കുന്നതിനാൽ അകാല വാർദ്ധക്യം അവരെ ബാധിക്കുന്നു. തനിക്ക് സ്വന്തമല്ലാത്തത് ആഗ്രഹിച്ച ആദ്യത്തെയാൾ ലൂസിഫർ ആണെന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? മുഖ്യദൂതന്മാരിൽ ഏറ്റവും സുന്ദരൻ അവനായിരുന്നു. അവൻ ദൈവത്തെ കണ്ട് ആനന്ദിച്ചിരുന്നു. അതുകൊണ്ട് അവൻ തൃപ്തനാകണമായിരുന്നു. എന്നാൽ അവൻ ദൈവത്തോട് അസൂയപ്പെട്ടു, ദൈവമാകാൻ ആഗ്രഹിച്ചു, സാത്താനായി തീർന്നു. വേറൊരുദാഹരണം, ആദത്തിനും ഹവ്വായ്ക്കും എല്ലാം നൽകിയിരുന്നു. നന്മതിന്മകളെക്കുറിച്ച് ദൈവത്തിനുള്ള അറിവിൽ അവർ അസൂയപ്പെട്ടു. അതിന്റെ ഫലമോ ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായി. പറുദീസ നഷ്ടപ്പെട്ടു. ആബേലിന് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് കായാൻ അസൂയപ്പെട്ടു. അവൻ ആദ്യത്തെ കൊലപാതകിയായി. മോശയുടെയും അഹ്റോന്റെയും സഹോദരിയായിരുന്ന മിറിയാം മോശയോട് അസൂയപ്പെട്ടു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കുഷ്ഠരോഗിണിയായി. പടിപടിയായി ദൈവജനത്തിന്റെ ചരിത്രത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത്യാഗ്രഹമാണ് ജനങ്ങളെ പാപികളാക്കുകയും നാടിന് നാശം വരുത്തുകയും ചെയ്തതെന്ന്. വ്യക്തികളുടെ പാപങ്ങൾ ഒന്നുകൂടി നാടിന് മുഴുവൻ ആപത്ത് വരുത്തുന്നു. രാജാവ് മരിക്കുന്നു, ധനവാനും മരിക്കുന്നു. രാജകീയ ചെങ്കോൽ മരണത്തെ നീക്കിക്കളയുന്നില്ല. പണം കൊടുത്ത് അമർത്യത വാങ്ങാവുന്നതല്ല. രാജാക്കന്മാരുടെ രാജാവും കിരീടവും ധനവുമെല്ലാം ഒന്നുമല്ല. കൽപ്പനയനുസരിച്ച് നയിച്ചിട്ടുള്ള ജീവിതം മാത്രമാണ് വിലയുള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. പോയിക്കൊള്ളുക. എന്നാൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. ഗ്രാമത്തിന്റെ കവാടത്തിൽ പട്ടിണി കൊണ്ട് മരിക്കാറായ ധാരാളം കുട്ടികളുള്ള ഒരു വിധവയുണ്ട്. കടം വീട്ടാൻ കഴിയാത്തതിനാൽ അവളെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. നിങ്ങൾ തന്ന പണം അവൾക്ക് അപ്പം വാങ്ങി കൊടുക്കാൻ ഞാൻ ഉപയോഗിച്ചു. എന്നാൽ ഒരു കിടപ്പാടം വേണമല്ലോ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബലി കാരുണ്യമാണ്. അവന്റെ നാമത്തിൽ നിങ്ങൾ നന്മ ചെയ്യുക. നിങ്ങൾക്കുള്ള പ്രതിസമ്മാനം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആളുകൾ പരസ്പരം ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം ഈശോ കാഴ്ച മിക്കവാറും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുകയും ഒരു വൃദ്ധയുടെ സങ്കടം കേൾക്കുകയും ചെയ്യുന്നു. അവരുടെ മരുമകൾക്ക് രോഗമാണ്. അവൾ ഡോക്കായിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈശോ അവളെ സൗഖ്യപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 108. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്. സമാപനം. കർത്താവിൽ എൻ്റെ മക്കളെ, ശുദ്ധീകരണ തിരുനാൾ വന്നിരിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ ഞാൻ ആ തിരുനാൾ നന്നായി ആഘോഷിക്കുവാനുള്ള അത്യാവശ്യം ഒരുക്കം നൽകി നിങ്ങളെ പറഞ്ഞയക്കുന്നു. തിരുനാളിലെ ആദ്യത്തെ ദീപം ഞാനാണ്. അതിൽ നിന്ന് മറ്റെല്ലാ ദീപങ്ങളും നിങ്ങൾ കത്തിക്കണം. ആദ്യത്തെ ദീപം സ്വയം കത്തിക്കാൻ നിർവാഹമില്ലാത്തവൻ അനേകം ദീപങ്ങൾ കത്തിക്കുന്നുവെന്ന് അഭിമാനിക്കുന്നത് വെറും വിഡ്ഢിത്തരമായിരിക്കും. പരിപൂർണതയുടെ അടിസ്ഥാനമാകുന്ന 10 പ്രമാണങ്ങൾ അവഗണിച്ച് മറ്റു ശ്രമകരമായ കാര്യങ്ങൾ ചെയ്ത് സ്വന്തം പരിപൂർണത ആരംഭിക്കുന്നുവെന്ന് നടിക്കുന്നവൻ അതിലേറെ വിഡ്ഢിയായിരിക്കും. മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യൂദായും അവന്റെ അനുയായികളും ദൈവത്തിന്റെ സംരക്ഷണയിൽ ദേവാലയവും പട്ടണവും വീണ്ടെടുത്തു. അനന്തരം അന്യദേവന്മാർക്കായി നിർമ്മിക്കപ്പെട്ടിരുന്ന അൾത്താരയും ആലയങ്ങളും നശിപ്പിച്ചു.
പിന്നീട് വേറൊരു ബലിപീഠം പണിതു. തീക്കലുരച്ച് തീയുണ്ടാക്കി ബലികളർപ്പിച്ചു. കുന്തുരുക്കം ധൂപിച്ച് ദീപങ്ങൾ കൊളുത്തി. ബലിയപ്പം കാഴ്ചവെച്ചു. അനന്തരം എല്ലാവരും സാഷ്ടാംഗ പ്രണാമം ചെയ്തു. ഒരിക്കലും പാപം ചെയ്യാതിരിക്കാനുള്ള അനുഗ്രഹത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ബലഹീനത കൊണ്ട് വീണ്ടും പാപത്തിൽ വീണ് പോകാനിടയായാൽ തങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. അത് സംഭവിച്ചത് കീസ്ലേവ് മാസത്തിന്റെ 25-ാം ദിവസമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെ എന്ന് നോക്കാം. കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഓരോ വാക്കിനും ആധ്യാത്മികമായ ഒരു അർത്ഥമുണ്ട്. ജീവിതം എപ്പോഴും ഒരു പാഠമാണ്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മുടെ ഭൗതിക ജീവിതത്തിന് മാത്രമല്ല, നിത്യതയെ നേടിയെടുക്കാനുള്ള പാഠം കൂടിയാണ്. അജ്ഞാനികളുടെ പീഠങ്ങളും ആലയങ്ങളും അവർ തകർത്തു. ആദ്യത്തെ പ്രവൃത്തി അതായിരുന്നു. ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെ: ജഡികാസക്തി, സ്വർണത്തോടുള്ള ആഗ്രഹം, അഹങ്കാരം, മറ്റ് പ്രധാന തിന്മകൾ. ഇവ വിഗ്രഹാരാധനയാണ്. ഇതെല്ലാം തകർക്കുക. ഈ 3 തിന്മകളെയും തകർക്കുക. പിന്നീട് വേറൊരു ബലിപീഠം പണിതു. കർത്താവ് അരുളി ചെയ്യുന്നു: 10 പ്രമാണങ്ങൾ. ആത്മാവിന്റെ ആലയത്തിന്റെ 10 തൂണുകളാണവ. അവയ്ക്ക് മീതെയായി ഏറ്റവും വിശുദ്ധമായ പ്രമാണം, തനി സ്വർണം പോലെയുള്ള സ്നേഹത്തിന്റെ പ്രമാണം. ദൈവത്തെ സ്നേഹിക്കുക. ദേവാലയത്തിന്റെ മകുടമാണിത്. തൂണുകളെ സംരക്ഷിക്കുന്നത് അതാണ്. സ്നേഹം കൂടാതെ 10 കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയുകയില്ല. ദേവാലയം ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു പോകും. അനന്തരം അവർ ദേവാലയത്തെ ശുദ്ധീകരിച്ചു. ഞാൻ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ വിശുദ്ധീകരിക്കുന്നു എന്ന് പറയേണ്ടത് ആവശ്യമാണ്. ഒരു മനുഷ്യൻ ശുദ്ധനാകുന്നത് ആത്മാർത്ഥമായ എളിമയുള്ള അനുതാപത്തിലൂടെയാണ്. യഥാർത്ഥത്തിൽ അനുതാപമുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല. ദൈവത്തിന്റെ കൃപയുടെ ധാരാളതയിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആ ധാരാളത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തിലെ സകല പാപങ്ങളും നിങ്ങളുടെ മേലുണ്ടായാലും ദൈവത്തിൽ നിങ്ങൾ ഓടിയകലുകയില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ കാൽക്കിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലും. കാരണം മനുഷ്യൻ പൊറുക്കാത്തത് നല്ലവനായ അവന് മാത്രമേ പൊറുക്കാൻ കഴിയൂ. അവർ തീക്കല്ലും ഗന്ധകവും ഉപയോഗിച്ച് തീ കത്തിച്ചു. ദൈവത്തിൻ്റെത് മാത്രമായിരിക്കുമെന്ന ഉറച്ച തീരുമാനമാണ് തീക്കല്ല്. ദൈവത്തിന്റെ മനസ്സിൽ നിന്ന് നിന്റെ പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പോലും മായ്ച്ചു കളയാനുള്ള ആഗ്രഹമാണ് ഗന്ധകത്തിരി. ഇവ രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ തീ കത്തുന്നു. കാരണം സ്വന്തം പിതാവിന് ദുഃഖം വരുത്തിയ മകൻ പിന്നീട് മാന്യമായ ജീവിതം നയിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പിതാവിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് കണ്ണീരിന് കാരണമായവൻ ഇപ്പോൾ സന്തോഷത്തിന് കാരണമാവാൻ ആഗ്രഹിക്കുന്നു. ഇത്രയുമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബലി അർപ്പിക്കാം, കുന്തുരുക്കവും അർപ്പിക്കാം, ദീപങ്ങൾ കൊളുത്താം, അപ്പം കാഴ്ചവെക്കാം. ബലികൾ ദൈവത്തിന് സ്വീകാര്യമാകും. പ്രാർത്ഥനകൾ പ്രീതിജനമായിരിക്കും. അൾത്താര ശരിക്കും പ്രകാശിതമാകും. അനുദിനം അർപ്പിക്കുന്ന കാഴ്ചകൾ കൊണ്ട് ബലിപീഠത്തിൽ ഭക്ഷണം സമൃദ്ധമായി ഉണ്ടാകും. ഞങ്ങളുടെ സംരക്ഷകനായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം അവൻ നിങ്ങളുടെ സ്നേഹിതനായിരിക്കും. എന്നാൽ അവന്റെ കരുണ അതിനായി കാത്തു നിൽക്കുകയില്ല. നിന്റെ ആഗ്രഹം മുൻകൂട്ടി കാണുന്നു. കാരുണ്യം നിന്നോട് ക്ഷമിക്കുന്നു. കർത്താവിന്റെ പക്കലേക്ക് വരിക, പോയിക്കൊള്ളുക. ഒരു പ്രത്യേക അരൂപിയോടുകൂടെ ശുദ്ധീകരണ പെരുന്നാൾ ആഘോഷിക്കുക. ദൈവത്തിന്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ. ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 109. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് നിന്ന് ബഥാനിയയിലേക്ക് പോകുന്നു. തെളിഞ്ഞ വെള്ളം എന്ന സ്ഥലത്ത് ഇന്ന് തീർത്ഥാടകരുമില്ല. ഈശോ ഒരു പുൽത്തകടിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാവുകൾക്ക് റൊട്ടി കഷ്ണങ്ങൾ ചെറുതാക്കി എറിഞ്ഞു കൊടുക്കുന്നു. അന്ത്രയോസ് ഈശോയുടെ അടുത്ത് എന്ന ഗുരുവേ സമാധാനം എന്ന് പറയുന്നു. അന്ത്രയോസ്, നിനക്കും സമാധാനം. ഒരു നിമിഷത്തേക്ക് ഇങ്ങ് വരൂ. ഈ ചെറു പക്ഷികളുടെ കൂടെ കുറെ സമയം ചിലവഴിക്കൂ. അടുത്ത് ചെല്ലുമ്പോൾ അവയ്ക്ക് ഭയമില്ല. നോക്കൂ, കുറ്റവാളി മാത്രം മറ്റുള്ളവരെ ഭയപ്പെട്ടാൽ മതി. നിന്നെപ്പോലെ നീതിമാനായ ഒരുത്തൻ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അന്ത്രയോസ് വിവരണനാകുന്നു. ഒന്നും പറയുന്നില്ല. ഈശോ അന്ത്രയോസിനെ അടുത്ത് നിർത്തി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, നിന്നെയും നിന്റെ സഹോദരൻ പത്രോസിനെയും കൂടി ഒരുമിച്ച് മൂശയിലിട്ട് ഉരുക്കി വീണ്ടും രൂപപ്പെടുത്തണം. അപ്പോൾ രണ്ടുപേരും പരിപൂർണരാകും. ഇപ്പോൾ നിങ്ങൾ എത്ര വ്യത്യസ്തരാണ്. നിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് നീ പത്രോസിനെ പോലെ തന്നെയായിത്തീരും. ഓ, ഞാനോ, എനിക്കോ? എന്നെക്കുറിച്ച് തൃപ്തിയുള്ളത് നിനക്ക് മാത്രമാണ്. ശബ്ദമുണ്ടാക്കാതെ മറ്റുള്ളവരെക്കാൾ ആഴമായ ജോലി എന്നത് നീ മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഏക വ്യക്തിയും ഞാൻ മാത്രമാണ്. കാരണം 12 പേരിൽ ചിലർ അവർ ചെയ്യുന്ന ജോലിയോളം തന്നെ ശബ്ദമുണ്ടാക്കുന്നവരാണ്. ചിലർ ചെയ്യുന്ന ജോലിയേക്കാൾ ശബ്ദം ഉണ്ടാക്കുന്നവരാണ്. ചിലർ നിരന്തരം ജോലി മാത്രം ചെയ്യുന്നു, എളിയതും അവഗണിക്കപ്പെടുന്നതുമായ അധ്വാനമുള്ള ജോലി. അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കും. ഭാവി ശിഷ്യന്മാരുടെ ഇടയിലും ഇതുപോലെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും.
സമയം ഇനിയില്ല എന്ന് ദേവദൂതൻ ഇടിനാദം പോലെ പ്രഖ്യാപിക്കുന്ന നാൾ വരെ ഇതുണ്ടാകും. ധാരാളം ജോലി ചെയ്യുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകർ ക്രിസ്തുവിന് എന്നും ഉണ്ടായിരിക്കും. അവരാണ് യഥാർത്ഥ ഗുരുക്കന്മാർ. നിർഭാഗ്യവശാൽ ബാഹ്യമായ അഭിനയങ്ങളും ശബ്ദവും മാത്രമുള്ള നടന്മാരുടെ രീതിയിലുള്ള കപട ഇടയന്മാരും ഉണ്ടായിരിക്കും. ആ വൈദികർ ഹാസ്യാനുകരണങ്ങളാണ്. അഭിനയങ്ങളോ ലോഹയോ ഒരുവനെ വൈദികനാക്കുന്നില്ല. ലൗകികമായ അറിവോ ലോകത്തിന്റെ ശക്തരുമായിട്ടുള്ള അടുപ്പമോ ഒരാളെ വൈദികനാക്കുന്നില്ല. അവന്റെ ആത്മാവാണ് ഒരാളെ വൈദികനാക്കുന്നത്. മാംസത്തെ ഞെരിച്ച് കളയത്തക്ക വലുതായ ആത്മാവുള്ള എൻ്റെ വൈദികൻ പൂർണ്ണമായി ആധ്യാത്മികത ഉള്ളവനാണ്. അങ്ങനെയാണ് ഞാൻ അയാളെ വിഭാവനം ചെയ്യുന്നത്. വിശുദ്ധരായ എൻ്റെ വൈദികർ അങ്ങനെയുള്ളവരായിരിക്കണം. അരൂപിക്ക് നാടകം അഭിനയിക്കുന്ന ആളിന്റെ സ്വരമോ ഭാവമോ ഉണ്ടായിരിക്കുകയില്ല. അരൂപിയായതുകൊണ്ട് പദാർത്ഥപരമായവയ്ക്ക് ചേർന്ന് മുഖം മൂടിയൊന്നും അതിനില്ല. അതെന്താണോ അത് മാത്രമായിരിക്കും. അതായത് അരൂപി, അഗ്നി, പ്രകാശം, സ്നേഹം. അത് അരൂപിയോട് സംസാരിക്കുന്നു, ചാരിത്ര്യ ശുദ്ധിയോടെ വർദ്ധിക്കുന്നു. കണ്ണിലും ആംഗ്യത്തിലും വാക്കിലും പ്രവൃത്തിയിലും മനുഷ്യൻ നോക്കുന്നു. ഇങ്ങനെ അരൂപിയായി തീർന്നിട്ടുള്ള ഒരാത്മാവിനെ കാണുമ്പോൾ തിരക്കിട്ട് പോകുന്ന ഒരുവൻ ചിന്തിക്കുന്നു, ഇങ്ങനെ അനുമാനിക്കുന്നു: എന്നെപ്പോലുള്ള ഈ മനുഷ്യന് മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഒരു ദൈവദൂതന്റെ ആത്മാവാണുള്ളത്. ഈ പറയുന്ന മനുഷ്യൻ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ തീരുമാനിക്കുന്നു, ഈ ആത്മാവ് നിമിത്തം ദൈവമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ജഡികനാണെങ്കിൽ അയാൾ പറയും, എൻ്റെ സഹസൃഷ്ടിയായ ഈ ആത്മാവിന് സ്വർഗീയമായ കണ്ണുകളാണുള്ളത്. അയാളെപ്പോലെ ആകുവാനായി എൻ്റെ ജഡികാസക്തിയെ ഞാൻ നിയന്ത്രിക്കും. എൻ്റെ കണ്ണുകളെ ഞാൻ അശുദ്ധമാക്കുകയില്ല. അയാൾ ഒരു ലുബ്ധനാണെങ്കിൽ സമ്പത്തിനോട് ഒരു താല്പര്യമില്ലാത്ത ഈ ആത്മാവിൻ്റെ മാതൃനിമിത്തം എൻ്റെ ലുബ്ധ ഞാൻ അവസാനിപ്പിക്കും. അയാൾ മുൻകാപ്പുകാരനോ ക്രൂരനോ ആണെങ്കിൽ അയാൾ കൂടുതൽ ശാന്തതയും സമാധാനമുള്ളവനാകും. വിശുദ്ധനായ ഒരു വൈദികന് ഇതെല്ലാം ചെയ്യാൻ കഴിയും. എൻ്റെ വിശുദ്ധരായ വൈദികർ എല്ലായ്പ്പോഴും കുറച്ചു പേർ ദൈവസ്നേഹത്തിനും തങ്ങളുടെ അയൽക്കാരുള്ള സ്നേഹത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരായിരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായ നിശബ്ദതയിൽ നിരന്തരം പരിശ്രമിച്ച അവരെ ലോകം ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഒച്ചപ്പാടില്ലാതെ ജീവിക്കുന്ന അവർ നിമിത്തമാണ്, മൗനത്തിന്റെയും വിശ്വസ്തമായ അധ്വാനത്തിന്റെയും വീരാത്മാക്കളായ അവർ നിമിത്തമാണ് ലോകം മുഴുവൻ ജഡിക പാപങ്ങളിലേക്കും വിഗ്രഹാരാധനയിലേക്കും വീണ് താഴാതിരിക്കുന്നത്. അവരുടെ പുഞ്ചിരി നിന്റേതുപോലെ ആയിരിക്കും. പരിശുദ്ധിയും വിനയമുള്ളവ കാരണം എക്കാലത്തും ദൈവത്തിന്റെ കൃപയാൽ ലോകത്തിന്റെ ഭാഗ്യത്തിനു വേണ്ടി ഏതാനും അന്ത്രോസ്മാർ ഉണ്ടായിരിക്കും. ഇതുപോലുള്ള വാക്കുകൾ പറയത്തക്ക വിധം ഞാൻ അത്ര നന്മയായി ഒന്നും ചെയ്തിട്ടില്ല. അന്ത്രോസ് പറയുന്നു, ഹൃദയങ്ങളെ ദൈവത്തിന്റെ പക്കലേക്ക് ആകർഷിക്കാൻ നീ എന്നെ സഹായിച്ചു. ദൈവത്തിന്റെ അരുവി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ നമ്മെ വിളിക്കുന്നു. അങ്ങനെ ഈശോയും തന്റെ നിശബ്ദനായ അപ്പോസ്തലനും തമ്മിലുള്ള സംഭാഷണം അവസാനിച്ചു. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേമിലേക്ക് പോയിരുന്ന ജോണും സൈമണും യൂദാസ്കറിയോത്തായും തിരിച്ചു വന്നു. ഓരോരുത്തർക്കും ചുമക്കാൻ നല്ല ഭാരമുണ്ടായിരുന്നു. കാരണം അവരുടെ എല്ലാ ഭവനങ്ങളിൽ നിന്ന് സ്ത്രീകൾ പലതും കൊടുത്തയച്ചിട്ടുണ്ട്. ഈശോയുടെ അമ്മ മേരിയും അൽഫയോസിന്റെ ഭാര്യ മേരിയും ജോണിന്റെയും ജെയിംസിന്റെ അമ്മ സലോമിയും അവരുടെ മക്കൾക്ക് വേണ്ടി വസ്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പത്രോസിന്റെയും ഫിലിപ്പിന്റെയും ഭാര്യമാരും വസ്ത്രങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്, തേൻ കൊടുത്തയച്ചിട്ടുണ്ട്. അമ്മ ഈശോയ്ക്ക് ഒരു എഴുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈശോ ഉറക്കെ വായിക്കുന്നു. അതിൽ നിന്ന് പലരും വഴി എല്ലാ കാര്യങ്ങളും അമ്മ അറിയുന്നു എന്ന് മനസ്സിലായി. അത്ഭുതങ്ങളും രോഗശാന്തിയും അറിയുന്നതിനൊപ്പം പ്രീശന്മാരുടെ വിദ്വേഷവും നസ്രത്തിലെത്തുന്നുണ്ട്. അമ്മ സന്തോഷിക്കുകയും ഭയം കൊണ്ട് വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ എഴുതുന്നു, എൻ്റെ പരിശുദ്ധനായവനെ, ആരാധനായ പുത്ര, മോശ മലമുകളിൽ വെച്ച് ചെയ്ത പോലെ ഞാൻ എൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ഈശോയെ, ലോകം സ്നേഹിക്കാത്ത നിന്റെയും ദൈവത്തിൻ്റെയും ശത്രുക്കൾക്കെതിരായുള്ള യുദ്ധത്തിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോവന്നയുടെ കൂടെ താമസിക്കുവാൻ എന്നോടവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ദീപങ്ങളുടെ തിരുനാളിൽ അൽഫയോസിന്റെ മേരിയുടെ കൂടെ ഇവിടെ താമസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ദീപങ്ങൾ കൊളുത്താം. എന്നാൽ ഞാൻ 10,000 ദീപങ്ങൾ കൊളുത്തിയാലും നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ധകാരത്തിൽ തന്നെയായിരിക്കും. ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുന്നത് ആദ്യമായിരിക്കും, എൻ്റെ മകന് 1 വയസ്സ് കൂടെയായി, എന്നാൽ എൻ്റെ മകൻ എൻ്റെ കൂടെയില്ല. എന്നാൽ നീ നിന്റെ ദൗത്യം നിർവഹിക്കുന്നു, ഞാൻ എൻ്റേതും. അത് കണ്ണീരെല്ലാം തുടച്ചു നീക്കുന്നു. ശിഷ്യന്മാർ പറയുന്നു, ഗുരുവേ,
ലാസറും ജോസഫും പറയുന്നത് ഈ തിരുനാൾ ദിവസങ്ങളിൽ തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്നാണ്. തിരുനാൾ ദിവസങ്ങളിൽ ആളുകൾ ഇല്ലാതിരിക്കുമ്പോൾ വന്ന് നിന്നെ പിടിച്ചുകൊണ്ടുപോയി കുറ്റം വിധിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഉടനെ സ്ഥലം വിടണമെന്ന് അവർ പറയുന്നു. ഗുരുവേ, നിർബന്ധം പിടിക്കരുതേ. ഈശോ പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആകട്ടെ. എന്നാൽ പിന്നീട് ഇവിടെ തിരിച്ചു വരും. എത്രയധികം ജനങ്ങൾ വരുന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് പോകാം, വേഗമാകട്ടെ. ആദ്യം ഡോക്കായിലേക്കും പിന്നീട് ബethനിയയിലേക്കും പോകാം. സാബത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ബethനിയയിലെത്തണം. എന്തിന് ഡോക്കായിലേക്ക് പോകണം? കാരണം മരണാസന്നയായ ഒരു സ്ത്രീ അവിടെയുണ്ട്. പെട്ടെന്നുള്ള പുറപ്പാടിന് തയ്യാറാകാൻ വിളക്കമായി എല്ലാവരും ഓരോ ജോലിക്ക് പോയി. അവർ പുറപ്പെട്ട പ്രഭാതത്തിൽ ഡോക്കയിലെത്തി. മേരിയാൻ എന്ന വിധവയുടെ ഭവനം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. മരുമകൾ മരിക്കാറായി കിടക്കുന്നതിനാൽ ദുഃഖിച്ചിരിക്കുന്ന അവൾക്ക് സന്തോഷമായി. 3 ഇരട്ട പ്രസവങ്ങളിലായി 6 കുട്ടികളുള്ള മരുമകൾ മൂലയിൽ അർബുദമായി വേദന കൊണ്ട് പിളയുകയായിരുന്നു. ഈശോയുടെ കാരുണ്യം അവളെ സുഖപ്പെടുത്തുന്നു. കുടുംബത്തെ പോറ്റാനായി കുടുംബത്തിന്റെ നാഥൻ വളരെ അകലെ പോയി പണിയെടുക്കുകയാണ്. അവരുടെ ദരിദ്രമായ കുടുംബത്തിന് അത്യാവശ്യത്തിന് വേണ്ടത് വാങ്ങാൻ ഈശോ പുറത്തിറങ്ങി. കുറിയത്തുകാരനോട് പറയുന്നു, കുറേയേറെ അപ്പം വാങ്ങിക്കൊള്ളണം. ആൾക്ക് കുറേ ദിവസങ്ങൾ കഴിയാൻ മാത്രം. പിന്നെ അവരോടൊത്ത് ഭക്ഷണം കഴിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ച ശേഷം ബethനിയയിലെത്തുന്നു. ഇപ്രാവശ്യം ലാസറിന്റെ കൂട്ടുകാരനായ സൈമന്റെ വീട്ടിൽ തങ്ങാനാണ് ഈശോ ഇഷ്ടപ്പെടുന്നതെന്നറിഞ്ഞ് ലാസറിന് വിഷമമുണ്ട്. ലാസറിന്റെ സഹോദരി മേരി അവരുടെ വീട്ടിലുള്ളതുകൊണ്ടായിരിക്കാം എന്ന് മർത്തായും ലാസറും മനസ്സിലാക്കുന്നു. ഓ ഗുരുവേ, നിക്കോദോമസ് പറയുന്നത് സെൻഹിദ്രീൻ സഭാംഗങ്ങൾക്ക് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവൻ പറഞ്ഞതെന്താണെന്നറിയാമോ? നീ ഒരു പാപം ചെയ്യുന്നത് കണ്ടുപിടിച്ച് നിന്നെ കൊല്ലണമെന്നാണ്. ലാസർ പറയുന്നു. കൊള്ളാം, അങ്ങനെയെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ദൈവത്തിന്റെ മണിക്കൂറാവുന്നത് വരെ അവൻ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ ഈശോ ഫരിസേയരും ഗുമസ്തന്മാരും എന്തു തന്നെയും ചെയ്യാൻ കഴിവുള്ളവരാണെന്നറിയാമോ? അനന്യാസിന്റെ ആത്മാവ് എന്ത് തരമാണെന്നറിയാമോ? അവർ ഇല്ലാത്ത പാപം കണ്ടുപിടിച്ച് നിന്റെ മേൽ ആരോപിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അവർ അതിപ്പോഴേ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ റോമക്കാരോട് സംസാരിച്ചു, വേശ്യകളോട് സംസാരിച്ചു. അതെ, ലാസറെ, ഇത്ര ഭയപ്പെട്ട് എന്നെ നോക്കാതെ ഒരു വേശ്യ എപ്പോഴും എൻ്റെ വാക്കുകൾ കേൾക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നിന്റെ കൃഷിക്കാരൻ ഒരു തൊഴുത്തിൽ അവൾക്ക് താമസിക്കാൻ സൗകര്യം കൊടുത്തിരിക്കുന്നു. കാരണം എൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഒരു പന്നിക്കൂട്ടിലാണ് അവൾ താമസിച്ചത്. ലാസർ വിസ്മയം കൊണ്ട് സ്തംഭിച്ചു പോയി. അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത മനുഷ്യനെ പോലെ ഈശോയെ നോക്കുന്നു. ഈശോ പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലാസറിനെ ഉണർത്തി കൊണ്ട് ചോദിക്കുന്നു, നീ ചെകുത്താനെ കണ്ടോ? ഇല്ല, ഞാൻ കാരുണ്യത്തെ കണ്ടു. എന്നാൽ സഭയിലെ അംഗങ്ങൾക്ക് ഇത് മനസ്സിലാകുകയില്ല. നീ എന്താണ് ചെയ്തത്? എൻ്റെ ചുമതല, എൻ്റെ അവകാശം. വീണുപോയ ആത്മാവിനെ ഉദ്ധരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. അതിനാൽ നിനക്ക് മനസ്സിലാകും. ഞാൻ അടുത്ത് ചെന്ന് കുനിഞ്ഞ് എഴുന്നേൽപ്പിക്കുന്ന ആദ്യത്തെ ചെളിക്കട്ട നിന്റെ സഹോദരി അല്ലെന്ന്. അവൾ അവസാനത്തേതുമായിരിക്കില്ല. ആ ചെളിക്കുണ്ടിലേക്ക് നല്ല പൂക്കളുടെ വിത്ത് വിതയ്ക്കുവാനും അവ വളർന്ന് ദൈവകൃപയുടെ പൂക്കളണിഞ്ഞ് കാണുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ദൈവമേ, എൻ്റെ ദൈവമേ, ഗുരുവേ, ഞാൻ അങ്ങയെ മനസ്സിലാക്കുന്നു. എന്നാൽ ചെന്നായ്ക്കൾ ഈ പൂക്കൾ വളരുന്നിടത്ത് ശവങ്ങൾ ഘ്രാണിക്കുന്നത് പാപമാണ്. ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാതെ നീ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കണം. ഒരു മിനുങ്ങ് പോലെ. ഇത് ഭീരുത്വമല്ല, നീ ഈ ലോകത്തിൽ ജീവിച്ചതിനെ വിശദീകരിക്കേണ്ടത് കൊണ്ടാണ്. അവർ ലാസറിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് സൈമന്റെ വീട്ടിലെത്തുന്നു. മുകളിലുള്ള മട്ടുപ്പാവ് ഒറ്റ ഹാളായി കിടക്കുന്നു. താഴെ മാർത്ത ശിഷ്യരോടും പരിചാരോടും ചേർന്ന് ഭക്ഷണമേശകളും കിടക്കുകളും തയ്യാറാക്കുകയാണ്. തന്റെ വൃദ്ധനായ ഭൃത്യന്റെ സമീപം നിൽക്കുന്ന സൈമൺ അതിഥികളെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, ഇവിടെ നിന്ന് നിനക്ക് ജനങ്ങളോട് പ്രസംഗിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം. നീ ആഗ്രഹിക്കുന്നത് പോലെ ഈശോയെ കണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഈശോ മുകളിൽ നിന്ന് അവരോട് സംസാരിക്കുന്നു. ശിഷ്യനും ലാസറും മാർത്തായും ഒക്കെ മുകളിലുണ്ട്. മേരി തോട്ടത്തിന്റെ ചെറുവേലിക്ക് പിന്നിലൂടെ പതുങ്ങി നടന്ന് വളരെ അടുത്തു വരുന്നു. ഈശോ അറിയാത്തതുപോലെ സ്വരം കുറെ കൂടെ ഉയർത്തി സംസാരിക്കുന്നു.